സൗഹൃദം സൗഹൃദം, സിനിമ സിനിമ. പരാജയം ഒറ്റയ്ക്കാണ്, നമ്മൾ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. വരുന്നൊരു കാര്യം. മറ്റതാണ് കുറച്ചുകൂടി ടഫർ ഡീൽ ചെയ്യാൻ. ചേട്ടാ അടുത്ത ഒരു 4th April റിലീസ് ചെയ്യുന്നുണ്ടോ? ആഗ്രഹിച്ചാൽ മഴ പെയ്യും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആളുടെ പേര് പറയുന്നില്ല. മഴ അങ്ങനെ നമുക്കറിയാലോ. ആ ട്രസ്റ്റ് മുതൽ നമ്മളൊരു ഡയറക്ടർക്ക് ഡയറക്ടർ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ജോലി മോശമായാലും അങ്ങേരുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ സിനിമകൾ പരാജയപ്പെടുന്ന വിഷമം ഉണ്ടാക്കുകയും ചെയ്യും. അതില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അത് സൗഹൃദങ്ങളുടെ ദൃഢത സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നിന്നിട്ടില്ല. അത് ഷാഹി എഴുതി വെച്ച ആ ഒരു റിയാലിറ്റി, അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ആ ക്ലൈമാക്സ് അല്ലെങ്കിൽ അത് വിചാരിച്ച പോലെ കൊണ്ടുവരാൻ പറ്റി. ഇയാൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഇയാളെ നമുക്ക് ഇങ്ങനെ കാസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നിടത്തു നിന്ന് നമ്മൾ മാറിപ്പോകണം. അത് മാത്രം ഞാൻ വിചാരിക്കാറുണ്ട്. ഞാൻ സിനിമയിൽ വന്നിട്ട് കുറച്ച് അഭിമാനത്തോടു കൂടി മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അരുൺ ചെറുകാവിലാണ് ക്യൂ സ്റ്റുഡിയോയിൽ. നമ്മൾ റോന്തിന് ശേഷമാണ് സംസാരിക്കുന്നത്. ഉറപ്പായും റോന്തിലെ ഒരുപക്ഷെ തിയേറ്ററിനൊക്കെ റെസ്പോൺസ് കിട്ടുന്ന, കയ്യിൽ കിട്ടിയാൽ 2 കൊടുക്കാൻ തോന്നുന്ന ക്യാരക്ടറാണ് ജേക്കബ്, DYSP ജേക്കബ് എന്ന് പറയുന്ന ക്യാരക്ടർ. ആ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ ഏറ്റവും നിർണായക പാർട്ടിൽ അതിൻ്റെ ഒരു ദിശ തന്നെ മാറ്റിക്കളയുന്ന, ഒരു ട്വിസ്റ്റിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇനിയും കാണാത്തവർ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ സ്പോയിലറായി പറയുന്നതല്ല. അതുപോലെ ഒരു ക്യാരക്ടർ. എനിക്ക് ചോദിക്കാനുള്ള കരിയറിൻ്റെ 25ാം വർഷമാണ്. കരിയറിൻ്റെ 25ാം, ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളി തുടങ്ങി റോന്തിലെത്തുമ്പോൾ കരിയറിൽ 25ാം വർഷം ഇതുപോലൊരു ക്യാരക്ടർ, ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എന്നത്. റോന്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. റോന്ത് നമുക്കിപ്പോൾ കിട്ടുന്നൊരു ശ്രദ്ധ, അതിൻ്റെ അഭിനന്ദനങ്ങൾ, അല്ലെങ്കിൽ നല്ല നല്ല മെസ്സേജുകൾ, എല്ലാത്തരം പ്രതികരണങ്ങളും കൊണ്ട് വളരെ സ്പെഷ്യലാണ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ. അത് ഇനി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ള വിചാരം. അതാണ് റോന്തിനെ കുറിച്ച് ആദ്യം പറയാനുള്ളത്. അങ്ങനെ പറഞ്ഞു തുടങ്ങാം. ഇവ റോന്തിന്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഗംഭീരമായിട്ടൊരു തോന്നിയൊരു സാധനമായിരുന്നു ഫാദർ ബെന്നറ്റ്. 5ാം പാതിര ഒരു പിഡോഫൈൽ ക്യാരക്ടർ ചെയ്യുന്നു. ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുന്നത്, സത്യത്തിൽ ഒരു ആക്ടറിന് നേരിടേണ്ട ചോദ്യം തന്നെയാണുള്ളത്. ഇതുപോലെ ക്യാരക്ടർ എന്താണ്, ഒരു ആളുകൾക്ക് വേണേൽ നെറ്റ് ചുളിക്കാവുന്ന പെർഫോമൻസും ഉണ്ട്. ഈ ഇപ്പൊ ബെന്നറ്റ് ആണെങ്കിലും ഈ ജേക്കബ് ആണെങ്കിലും വരുന്ന ക്യാരക്ടർ കിട്ടുമ്പോൾ മൊത്തം സീനുകൾ നോക്കിക്കഴിഞ്ഞാൽ താരതമ്യേന എണ്ണം കുറവായിരിക്കുമല്ലോ. പക്ഷെ പെർഫോമൻസിൽ നമ്മൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യപ്പെടണം. എന്താണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതിനെയൊക്കെ കാണുന്നത്, അപ്രോച്ച് എങ്ങനെയാണെന്ന് അങ്ങനെ? അത് മനീഷ, അത് നമ്മൾ ഈ 2 സിനിമകൾ, നിങ്ങൾ പറഞ്ഞ 2 സിനിമകളും അതിൻ്റെ പിന്നിൽ വളരെ പ്രതിഭാധനരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആക്ടറുടെ പെർഫോമൻസ് ഞാൻ മനസ്സിലാക്കിയതാണ്, അത് എത്രത്തോളം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് മാത്രം ഓൺ ചെയ്യാൻ പറ്റുന്നതല്ല. അതാണ് അതിൻ്റെ സത്യമായിട്ടുള്ള കാര്യം. മിഥുൻ്റെ സിനിമ മറ്റേ 5ാം പാതിര, അത് ഷൈജു ഖാലിദാണ് ഷൂട്ട് ചെയ്തത്. ഷൈജു ഖാലിദിൻ്റെ സുഹൃത്താണെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഒരു സിനിമയിൽ ഞങ്ങൾ വളരെ പഴയ സുഹൃത്തുക്കളാണ്. അപ്പോൾ പക്ഷേ ആദ്യമായിട്ടാണ് ഒരു സുഹൃത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ അയാൾ വളരെ പ്രതിഭാധനായിട്ടുള്ളൊരു ഛായാഗ്രാഹകനാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ പണി എന്ന് പറയുന്നത് അവർ പറയുന്ന സ്ഥലത്ത് വെച്ച് കഥാപാത്രത്തിനെ എവിടെയെങ്കിലും വെച്ച് പിടിക്കുക, അതിനെ പിന്തുടരുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഷാഹിയുടെ ഒരു രീതി എന്ന് പറയുന്നത് സിനിമ അങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ പോകാൻ തോന്നില്ല എന്നുള്ളതാണ്. വർത്തമാനം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില കുട്ടികളെ ഇഞ്ചക്ഷനൊക്കെ ചെയ്യുന്ന പോലെയാണ് അയാൾ കഥാപാത്രമേ. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ട കാര്യം എക്സ്ട്രാക്ട് ചെയ്യുന്ന ആളാണ്. അയാൾ നമ്മൾ ആ പെർഫോമിങ് ആ സ്ഥലത്തേക്ക് അയാൾ വരില്ല എന്നുള്ളതാണ്. മറ്റൊരു മുറിയിൽ ഇരുന്നിട്ട് അയാൾക്ക് വേണ്ട ഒരു പോയിന്റ് കിട്ടിയാൽ അവിടെ നിന്ന് അയാൾ പോയി കളയും. അങ്ങനെയാണ്. പിന്നീട് അതിൽ ഛായാഗ്രഹൻ ഈ എല്ലാവരും ഇതിലിപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് വന്നിട്ട് ചേട്ടാ നല്ലതായിരുന്നു എന്ന് പറയുന്ന ഒരു AD വരെ ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് എല്ലാവരുടെയും കൂടിയാണ്. അപ്പൊ അത് ഒരൊറ്റ ആൾക്ക് മാത്രമായിട്ട് അതെന്താണ്, അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ കുറച്ച് സമയം വരുന്നു, അതിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ അറിഞ്ഞൂടാ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ റോൾ ഇതാണ്. അപ്പൊ നമ്മളത് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയ റോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് കളിച്ച് മനോഹരമായിട്ട് കളിക്കുക എന്നുള്ളതാണ്. അതെ.
ഇപ്പോൾ അതിനുശേഷമുള്ള രസമെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് തിയേറ്റർ വിസിറ്റിന്റെ ക്ലിപ്പൊക്കെ കണ്ടു രാഗത്തിൽ പോയത്. ഇപ്പൊ തിയേറ്റർ വിസിറ്റ് സംബന്ധിച്ച് നമ്മൾ അതൊരു സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഒരു സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഇത് കഴിഞ്ഞ ശേഷമാണ് ഇതിന്റെ വിഷ്വൽസ് കൂടി മറ്റ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ ഈ പറയുന്ന നിങ്ങളൊക്കെ കരിയർ തുടങ്ങിയ സമയത്ത് ഇത്രയും ബഹളമയമല്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സംഗതിയില്ല. പക്ഷെ തിയേറ്റർ കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടർ പെർഫോം ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ ഈ ഒരു ഡ്രാമയ്ക്ക് പെർഫോമൻസിന് ശേഷം കിട്ടുന്ന ഒരു അഭിനന്ദനം പോലെ ആളുകൾ വന്ന് കാണുവാണല്ലോ. അപ്പോൾ ഒരു ഈ പറയുന്ന ഇതിന്റെ ഒരു ടോട്ടൽ റിവ്യൂസിനെ എങ്ങനെയാണ് കാണുന്നു? നമ്മളുടെ ആക്ടറെ ആളുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് കൈയടിക്കുകയാണ്, ക്യാരക്ടർ നന്നായി എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പെർഫോമൻസ് ഏതെങ്കിലും ഡയലോഗ്സ് ഒക്കെ എടുത്ത് പറയുകയാണ്. ഈ റോന്തിനുള്ള ഒരു ടോട്ടൽ അപ്രീസിയേഷൻ തിയേറ്റർ വിസിറ്റ് വരെയുള്ള കാര്യത്തെ എങ്ങനെയാണ് കണ്ടത്? അത് നിങ്ങൾ പറഞ്ഞതൊരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ആണ്. അത് മാറി പണ്ട് പറഞ്ഞിരുന്നതാണ്. ഇപ്പം നാടകത്തിലുള്ള നമ്മുടെ സീനിയർ ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്, തിലകൻ ചേട്ടനൊക്കെ പോലെ ആള് നാടകത്തിൽ നിന്ന് വന്നവർ. അപ്പോൾ അവരൊക്കെ നമ്മളെപ്പോലുള്ള ആളുകളോട് വളരെ താല്പര്യത്തോടുകൂടി സംസാരിക്കുകയും അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ പറയുകയും ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകളുണ്ടായിരുന്നല്ലോ മുമ്പ് നാടകത്തിൽ നിന്ന്. അവരൊക്കെ പറഞ്ഞിരുന്ന കാര്യം ഇതാണ്, നാടകത്തിൽ നമുക്ക് ആളുകളുടെ പ്രതികരണം അറിയാൻ പറ്റും എന്നൊക്കെയാണ് അവർ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്. അതിപ്പോൾ സിനിമയിലും ഉണ്ട് എന്നുള്ളതാണ്. അത് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ഈ മീഡിയ എന്നാണ് തോന്നുന്നത്. പിന്നെ പത്രപ്രവർത്തനവും മാറിയിട്ടില്ലേ, സിനിമാ പത്രപ്രവർത്തനവും ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അത് കൂടുതൽ അതിലും കൂടുതൽ ക്യാമറകൾ ഇറങ്ങി വന്നല്ലോ മനീഷ്, നമ്മുടെ ജീവിതത്തിലേക്ക്. പോക്കറ്റിലും നമ്മുടെ ചുറ്റും എല്ലായിടത്തും ക്യാമറകളല്ലേ. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. നമ്മൾ പഴയ പോലെ ജോലി ചെയ്തിട്ട് അദൃശ്യനായിരിക്കൽ ഏറെക്കുറെ അസാധ്യമാണ്. പ്രൊഫൈലിൽ പൂട്ടി വെക്കരുത്. കാര്യം ഇത് ഏറ്റവും പവർഫുൾ മീഡിയ ആണ്. ഞാൻ അതാ പറഞ്ഞത്, പ്രൊഫൈലിൽ പൂട്ടി വെക്കരുത്. ആളുകൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരം വേണമല്ലോ. അല്ല, അതുകൊണ്ടല്ല, സ്വതവേയുള്ള നമ്മളുടെ ഒരു പ്രകൃതി കൊണ്ടാണത്. അത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാം. ഇപ്പോൾ നമ്മൾ ചില സിനിമകളെ സംബന്ധിച്ചുള്ള സിനിമകൾ ഭയങ്കര സക്സസ് അല്ലെങ്കിലും ചിലപ്പോൾ ക്യാരക്ടർ കൊണ്ട് പാട്ട് കൊണ്ടൊക്കെ പിന്നീട് ചർച്ചയാവുമല്ലോ. ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ കാര്യം അന്ന് തിയേറ്ററിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നില്ല. പക്ഷെ ഒരു കൂട്ടം പുതിയ ആളുകളെയാണ് അത് പ്രസന്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെടുത്ത് നോക്കുമ്പോൾ കേളിനില്ല ഒരു പാലാഴി എന്നുള്ള പാട്ടിൽ ഭയങ്കര ഒരു ടീനേജ് ഒരു കൗമാരക്കാരന്റെ എല്ലാ വിഹുലതകളും സംഗതികളുള്ള ഒരു പാട്ടിലാണ് ലാൻഡ് ചെയ്യുന്നത് ആളുകളുടെ മുന്നിലേക്ക്. അത് മോഹൻലാലിനൊപ്പമാണ് ഫസ്റ്റ് ഷോട്ട്. ഫാസിൽ എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടേഴ്സിനെ ലോഞ്ച് ചെയ്തൊരു ഫിലിം മേക്കർക്കൊപ്പമാണ്. ഈ ആദ്യ പടം എങ്ങനെ സംഭവിച്ചത്? ആദ്യ പടത്തിലേക്കുള്ള യാത്രയും ആദ്യ ദിവസം എങ്ങനെയായിരുന്നു? ആദ്യ പടത്തിലേക്കുള്ള യാത്ര അന്ന് പത്രപരസ്യങ്ങളാണ്. മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. പത്രപരസ്യം കണ്ട് അതിലേക്ക് ഫോട്ടോ, അങ്ങനെ ആ വഴിയാണ്. അത് പിന്നീട് ടെലഗ്രാമാണ് വരുന്നത് വീട്ടിലേക്ക്. ആലപ്പുഴയിൽ എത്താൻ പറഞ്ഞ് ടെലഗ്രാം വരുന്നു. അപ്പോൾ ടെലഗ്രാമിൽ വളരെ ചുരുങ്ങിയ വാക്ക് നരസിംഹം പടം കണ്ടിട്ട്, നരസിംഹം സിനിമ റിലീസ് ചെയ്ത അന്ന് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ടെലഗ്രാം വരും വൈകുന്നേരം പിന്നെ പെട്ടെന്ന്. അപ്പോൾ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ആലപ്പിയിലാണ് അത്. വീട്ടിലല്ല, ആലപ്പി ഒരു ഹോട്ടലിൽ ആദ്യം ADസിന്റെ ഒരു ഇതുണ്ട്, സ്ക്രീൻ, മറ്റേ അവരുടെ. അപ്പോൾ അവർ ചെറിയ ഡയലോഗൊക്കെ തന്നിട്ട് അത് ചെയ്ത് നോക്കും. സാറിൻ്റെ തന്നെ ADs, സാറിൻ്റെ ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു അനിത്യപ്രാവിലെ ഡയലോഗ്, അങ്ങനെ എന്തോ അതിൻ്റെ മുൻ സിനിമകളിലെ ഏതെങ്കിലും ഡയലോഗ് അവർ വർക്ക് ചെയ്ത പടത്തിലെ ഡയലോഗുകൾ അങ്ങനെ പറയിപ്പിച്ച് നോക്കുമല്ലോ. അങ്ങനെ ഒരു ഓഡിഷൻ എന്നുള്ള വേർഡൊന്നും ഇല്ല കേട്ടോ, നമുക്കറിയില്ല, വേർഡ് ഉണ്ടാവും. അപ്പോൾ അതിൽ ചെന്ന്, അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ സാറിൻ്റെ വീട്ടിലേക്ക്. അപ്പോഴത്തേക്ക് സിനിമ ആരംഭിച്ചിട്ടുണ്ട്, സിനിമയുടെ ഒരു പോർഷൻ ആരംഭിച്ചിട്ടുണ്ട്. അവർ പാട്ട് ഒക്കെ ഷൂട്ട് ചെയ്ത് മെല്ലെ. ഇല്ല, ലാലേട്ടൻ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഷോട്ടുകൾ എടുത്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മളവിടെ ചെല്ലുന്നതും. പിന്നെ നമ്മളവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്നാണ് നമുക്ക് ആ വേഷം. അതിൽ നിന്ന് പിന്നീട് 2 ദിവസം കഴിഞ്ഞാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. അതിപ്പോൾ ഒരു ദിവസം സാറ് പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അഭിനയിപ്പിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പെട്ടെന്നൊരു AD വന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഒന്ന് അകത്തേക്ക് വരാം, നമ്മൾ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ക്ലാസ് റൂമുകളിലെ ഷൂട്ടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ലാലേട്ടൻ ക്ലാസ് എടുക്കുന്നൊക്കെ തുടങ്ങി. ഇതിനകത്ത് നിന്നപ്പോൾ ലാലേട്ടൻ വന്നിട്ട് അദ്ദേഹം ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ ക്യാരവൻ ഇതൊന്നുമില്ല, ബാക്കിലിരുന്നിട്ട് അദ്ദേഹം ഒരു മിറർ നോക്കി ഇങ്ങനെ ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇങ്ങനെ നോക്കിയെന്ന്. അപ്പോൾ സാറ് ഒന്ന് നീ ഇന്നലെ പറഞ്ഞ ഡയലോഗ് ഒന്ന് പറ, കാണട്ടെ. മോഹൻലാൽ. അപ്പോൾ അത് നമ്മൾ അഭിനയിച്ച് കാണിക്കണം. അപ്പോൾ ചെയ്തത് നമുക്ക് പറയാൻ പറ്റുന്ന പോലെ പറഞ്ഞു നോക്കി. അപ്പോൾ പുള്ളി ഒന്നും മിണ്ടിയില്ല. പുള്ളി
തിരിച്ച് മിററിലേക്ക് തന്നെ നോക്കി. ഞാൻ പോയി. നമുക്കൊന്നും അറിയില്ലല്ലോ. പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാർ എന്ന് പറഞ്ഞു, നീയാണ് ഈ വേഷം ചെയ്യുന്നത്. നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കുകയാണ്. ആലപ്പുഴ എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജിൻ്റെ ലൈബ്രറിയിലാണ് എൻ്റെ ആദ്യത്തെ ഷോട്ട്. മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ നടന്മാരിലൊരാളുടെ കൂടെയായിരുന്നു. അതാണ് ആദ്യത്തെ. ഈ ആദ്യ ഷോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു നമ്മൾ പറയില്ലേ, നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, നമ്മളുടെ ആക്ടർ മൊമെന്റ് ഒക്കെ തന്നെയായിരിക്കും, പക്ഷെ ഒരു പതർച്ചയോ പേടിയൊന്നും ഇല്ലാതെ അതെങ്ങനെ ആദ്യത്തെ ഒരു ഷോട്ട് അനുഭവം എന്താ? അതൊരു പടക്കം പൊട്ടിയ അവസ്ഥയാണ് മനീഷ്. ഒന്നും അറിയില്ലല്ലോ. ഇത് അന്നൊക്കെ കുറച്ചും കൂടെ ഇതിന്റെ പവർ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഇത്ര ഈസി അല്ല സിനിമ. ഈ സിനിമയിലുള്ള ആളുകളെ കണ്ടവരെ കാണാൻ പോകുന്ന കാലമാണ്, അല്ലെങ്കിൽ പരിചയമുള്ളവരെ കാണാൻ പോകുന്ന കാലമാണ് നമ്മളല്ലേ, നിങ്ങൾക്ക് ഉറപ്പായും. അപ്പോ അങ്ങനെ ഒരു കാലത്താണ് ഇങ്ങനെ ഇതിലെ ഏറ്റവും വലിയ പേരുകളുടെ അടുത്തേക്ക് നരസിംഹം കണ്ടിരുന്ന. അതെ, നരസിംഹം കഴിഞ്ഞ അടുത്ത സിനിമയാണ് ലാലേട്ടൻ്റെ. എനിക്ക് തോന്നുന്നു ഇടയിൽ വാനപ്രസ്ഥം അങ്ങനെ ഏതൊരു സിനിമ വന്നിട്ടുണ്ട്. അതല്ല, അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ഈ ഫിലിമാണ് അത്. അപ്പോൾ അതിൻ്റെ ഒരു പകപ്പാണ്. നമുക്കതിന് അങ്ങനെ പ്രത്യേകം നിർവചിക്കാൻ പറ്റില്ല, അത് ഓർത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. ആ സമയത്ത് അയ്യോ ഇതൊക്കെ നീ ശരിക്കും നടക്കുന്നതാണോ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെയാണത് സംഭവിച്ചത്. അങ്ങനെയാണ്. അതിൽ ഒരുപാട് നമ്മുടെ പ്രായക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ട് കുറെ കൂടെ ഈസി ആയിരുന്നത്. അതൊരു എനിക്ക് തോന്നുന്നു 10-30 പേര് ഉണ്ടായിരുന്നു ക്ലാസ് റൂം എന്നുള്ള നിലയിൽ. അപ്പം എല്ലാവരും നമ്മുടെ ഏജിലുള്ള ആളുകളാണ്. ടീനേജ് പ്ലസ് ടു സ്റ്റുഡൻസ് ആണല്ലോ. അപ്പോൾ ആ പ്രായത്തിലുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ അതൊരു തരത്തിൽ ഒരു റിലീഫാണ്. കാര്യം നമ്മൾ ഈ ഒരുപാട് വലിയ സീനിയർ ആക്ടേഴ്സിന്റെ ഉള്ളിൽ പെട്ടുപോകുന്ന അവസ്ഥ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ കംഫർട്ട് ഉണ്ട്. തിരിച്ചിങ്ങ് മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു നോർമൽ അവസ്ഥ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ അത് എളുപ്പമായിരുന്നു. ഈ എല്ലാവരും എടുത്തു പറയുന്ന, എല്ലാ കാലത്തും എടുത്തു പറയുന്ന സാധനം ഫാസിൽ സാറിന്റെ ഒരു പിന്നെ പ്രോസസ്സ്, അല്ലെങ്കിൽ ഫാസിൽ സാറിന്റെ ഒരു ഓറിയന്റേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ കഥാപാത്രമാവാൻ ഒരു പക്ഷേ ഫസ്റ്റ് പടത്തിൽ തന്നെ അങ്ങനെ ഒരു ബ്ലെസ്സിങ് ആണല്ലോ. ഫാസിൽ സാറിനെ പോലത്തെ ഒരാളുടെ ഒരു മെന്ററിങ് കിട്ടുന്നു. അത് ത്രൂ ഔട്ട് അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട റോളും ആണല്ലോ. അത് ഏത് രീതിയിലാണ് നമ്മളുടെ ആക്ടർക്ക് ഇത് ഏത് തരത്തിലുള്ള ഒരു ലേണിംഗ് ആയിരുന്നു? നമുക്കിത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മളെ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല മനുഷ്യൻ. ഇതൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നീടുള്ള നമ്മുടെ ജേണിയിൽ എപ്പോഴെങ്കിലും ഇത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മളിത് റിസീവ് ചെയ്യുന്നത്. സത്യത്തിൽ ഇതെല്ലാം നമുക്കത് ഞാൻ ഇന്ന പോയിന്റാണ് ഇതിൽ നിന്ന് എടുത്തതെന്ന് നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് പറയാൻ പറ്റില്ല. ഫാസിൽ സാറിന്റെ രീതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അഭിനയിച്ച് കാണിക്കുക. ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ, അദ്ദേഹം അഭിനയിച്ച് കാണിക്കുക, പല കാര്യങ്ങളും അഭിനയിച്ച് കാണിക്കും. പിന്നെ പ്രത്യേകിച്ച് പുതിയ ആളുകൾ ആകുമ്പോൾ അദ്ദേഹം പല സീനുകളും അഭിനയിച്ച് കാണിക്കുകയാണ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്ത് ഗ്രേറ്റ് ആക്ടേഴ്സ് അഭിനയിക്കുന്നുണ്ട് ആ സിനിമ. എല്ലാ സിനിമയിലും അത് ഉണ്ടാവണമെന്നില്ല. തൊട്ടപ്പുറത്ത് ലാലേട്ടനുണ്ട്, ഇന്നസെന്റ് ഏട്ടനുണ്ട്, KPS ലളിത ചേച്ചിയുണ്ട്, നെടുമുടി വേണുചേട്ടനുണ്ട്. ബിഗ് ജയന്റ് ആക്ടേഴ്സ് അവര് എല്ലാവരും അപ്പുറത്തുണ്ട്. ഇടയ്ക്ക് സാർ അവരൊക്കെ ചെയ്യുന്നത് നോക്കാനൊക്കെ പറയും. സായി കുമാർ സായേട്ടനായിരുന്നു എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്. അങ്ങനെയൊക്കെയുള്ള വലിയ നടന്മാരും ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ഇവരെല്ലാവരും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നേ. ഇവരുടെയൊക്കെ കൂടെ നമ്മൾ ജോലി ചെയ്ത് അത് തന്നെയാണ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആണ്. പക്ഷെ അത് നമ്മുടേതായ രീതിയിൽ മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവരെല്ലാം പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മുടേതായ രീതിയിൽ അത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് റിസീവ് ചെയ്തതെന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല, നിർവചിക്കാൻ പറ്റില്ല. മഴ കൊണ്ടുവന്ന് മാത്രം. ഈ ഇതിന് ശേഷം ഇപ്പം ഇപ്പോഴാളുകൾ ഞാൻ കണ്ടിട്ടുള്ളത് ഇതിന്റെ പോസ്റ്റർ, ജേക്കബിനെ റിവീൽ ചെയ്ത് പോസ്റ്ററിന്റെ താഴെയും ഫോർ ദ പീപ്പിൾ ആളുകൾ മെൻഷൻ ചെയ്യും. ഫോർ ദ പീപ്പിളിന്റെ ഡയലോഗ്, മറ്റേ ഇത് രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുന്ന ഡയലോഗ്, രാഷ്ട്രീയക്കാരനാവണം എന്നുള്ളത് രാഷ്ട്രീയ ബോധ്യം എന്നുള്ള അരവിന്ദിന്റെ ഡയലോഗ് ആളുകൾ ഇപ്പോഴും കോട്ട് ചെയ്യണം. നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു 20 വർഷത്തിന് ശേഷം ഒരു സിനിമ ആളുകൾ ഉണ്ടാക്കിയ ഒരു തിളപ്പും ഇമ്പാക്റ്റും ആണല്ലോ അത്. ഞാൻ പറഞ്ഞാൽ അത് ഭയങ്കര ലൗഡർ ആയിട്ടുള്ള, ഭയങ്കര ഡയലോഗ് ഡ്രിവൺ ആയിട്ടുള്ള, ആ കൂട്ടത്തിലെ അതായത് ഒരു ചുവട് മുന്നോട്ട് ചാടുന്ന ഒരു ടീമിലുള്ള ഒരാളായിട്ടാണല്ലോ പ്ലേസ് ചെയ്യുന്നത്. അത് പിന്നെ നരന്റെ ക്യാരക്ടർ മുന്നിലാണ് അവിടെയൊക്കെ ഈ പറഞ്ഞ ഫോർ ദ പീപ്പിൾ ആ രീതിയിലുള്ള ഒരു അപ്രീസിയേഷനാണ് കിട്ടുന്നത്. പക്ഷെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന് ശേഷം ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടല്ലേ അത് ഇതിലേക്ക് വരുന്നത്? 2-3 വർഷം കഴിഞ്ഞിട്ടാണ്. ഈ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന സിനിമ സംഭവിച്ചത് എങ്ങനെയാണ്? ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന സിനിമയിലെ ഏറ്റവും അവസാനം വരുന്ന ആളാണ് ഞാൻ. ഏറ്റവും അവസാനം അന്ന് നമ്മൾ ഈ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും ഫോട്ടോഗ്രാഫ്സ് എത്തിക്കുക അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം എനിക്ക് സനാട്സ് മോഹൻ അദ്ദേഹമാണ് അത് ചെയ്തത്, അതിൻ്റെ കൺട്രോളിങ് ഫിലിം. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കോൾ വരികയാണ്, നിങ്ങളുടെ ഒരു ഫോട്ടോ ഇവിടെ ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്,
ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇതേപോലെ ഒരു ഓഡീഷന് പെട്ടെന്ന് ഒന്ന് വരാൻ പറ്റും, പെട്ടെന്ന് നാളെ എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ അത് പനമ്പള്ളി നഗറിലുള്ള ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ പുറത്തൊരാളിരിക്കുന്നുണ്ട്, പരിചയപ്പെട്ടു. ജാസി എന്നാണ് പേര്, സംഗീത സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരോടും നടന്ന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ ചായക്കടയിൽ ചായയൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്ത് ജയരാജ് സാറിനെ വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ കുറച്ച് നേരമായിട്ടുണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ ഇത് മുഴുവൻ നമ്മളോട് പറയാനും വയ്യ, അദ്ദേഹം ഇതിൽ ഒരു ഭാഗമായി കഴിഞ്ഞു. അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ജയരാജ് സാർ വന്നു, അകത്ത് കയറി. എൻ്റെ അസോസിയേറ്റിനെ പരിചയപ്പെട്ടു, ബ്ലസ്സി, ഇപ്പോഴത്തെ സംവിധായകൻ ബ്ലസ് ചേട്ടനാണ് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ ബ്ലസ് ചേട്ടനുണ്ടായിരുന്നു, ഇക്ബാൽ കുറ്റിപ്പുറം അത് എഴുതിയ ആൾ. അവർ 3 പേരും കൂടെ ഈ സിനിമയിൽ തന്നെ ഒരു ഡയലോഗ് പറഞ്ഞു. 1-2 ഡയലോഗുകൾ പറയിപ്പിച്ചൊക്കെ നോക്കി. അത് ഷൂട്ട് ചെയ്തിരുന്നില്ല, അങ്ങനെ ചെയ്യിച്ചു നോക്കി. അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞ് ജയരാജ് സാർ എന്ന് പറഞ്ഞു, എടാ നിനക്ക് നീ എന്താ പരിപാടി, നാളെ ജോയിൻ ചെയ്യണം, നാളെ നമ്മൾ ഷൂട്ട് തുടങ്ങണം സിനിമയുടെ. അടുത്ത ദിവസത്തേക്ക് ഞാൻ തലേ ദിവസമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പം നമുക്കൊരു 32-34 ദിവസം ഷൂട്ട്, അങ്ങനെയുള്ള പരിപാടിയാണ്. കുറച്ച് ദിവസമുണ്ട്, നിനക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികളോ തടസ്സങ്ങളോ ഉണ്ടോ? ഇല്ല. അത് വളരെ സന്തോഷമാണല്ലോ. പിന്നെയാണ് അറിയുന്നത്, അന്ന് നമ്മൾ വളരെ താല്പര്യപൂർവ്വം കണ്ട സിനിമയുടെ ഛായാഗ്രാഹകൻ RD ആണത് ചെയ്യുന്ന. കാക്ക ആ സമയത്ത് ഭയങ്കര ഫോമിൽ നിൽക്കുന്ന സിനിമ. പിന്നെ അതിൽ ബോയ്സിലെ ഭരത് വരുന്നു, വലുതാവുന്നു പരിപാടി. സുനിലുണ്ടായിരുന്നു, നരേൻ. അപ്പോൾ അങ്ങനെ അതും ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടം. അപ്പോൾ പിന്നെ അതിൻ്റെ എഡിറ്റർ ആൻ്റണിയും നമുക്ക് തമിഴിൽ ആൻ്റണിയും, പിന്നെ 435 ക്യാമറ ആ സമയത്ത് നമ്മുടെ ഇടയിലൊക്കെ വലിയ സംസാരവും ഒക്കെ ആയിരുന്നു. 435 ക്യാമറ ഈ സിനിമയിൽ. അപ്പോൾ കാക്കയിൽ ഉപയോഗിച്ച അതേ ക്യാമറയാണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെയായിരുന്നു നമ്മള് ആഗ്രഹിക്കുന്ന എല്ലാ ട്രെൻഡും ഒന്നിച്ചു വരും. അത് RD കൂടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ സിനിമ രസമായി ഷൂട്ട് ചെയ്തു. നമ്മൾ പുതിയ ആളുകൾ, അതിലെല്ലാവരും പുതിയ ആളുകളാണ്. അല്ല, അത് മാത്രമല്ല, ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ജയരാജ് സാറിന്റെ ബാനറിന്റെ പേര് തന്നെ ന്യൂ ജനറേഷൻ സിനിമ. പിന്നെ അത് കംപ്ലീറ്റ്ലി ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ആർക്കും എത്തും പിടിയില്ലാത്തൊരു സിനിമ വരുന്നത്. അത് എവിടെ നോക്കിയാലും ഇതിന്റെ പാട്ടുകൾ മാത്രം. അത് മറ്റേ ഗാനമേളക്ക് പോലും അല്ല, അതും ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് ജൂക്ക് ബോക്സ്. അപ്പോൾ ഞാനൊരു സുഹൃത്തിൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് പോയപ്പോഴാണ് ഈ പാട്ട് കേട്ടിട്ട് കുറേ പേര്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ പാട്ട് കൊള്ളാം, നീ ഈ സിനിമയിൽ. അപ്പം അന്ന് നമ്മൾ ഉണ്ടെന്നും അറിയില്ല, ഞാൻ ഈ സിനിമയിൽ ഉണ്ടെന്ന് ഇവൻ പറഞ്ഞറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് മറ്റെവിടെയോ ഫംഗ്ഷനുകളിലൊക്കെ പ്ലേ ചെയ്യുമ്പോഴാണ് പതുക്കെ ഹിറ്റായി തുടങ്ങുന്നത്. സിനിമ അവിടുന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് റിലീസ് എത്തിയത്. പക്ഷെ റിലീസ് ആയപ്പോഴേക്ക് പാട്ട് എങ്ങനെയും കണ്ടാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു. തിയേറ്ററിൽ പാട്ട് കണ്ടാൽ മതി എന്നുള്ളത്. തിയേറ്ററിൽ അത് അത്ഭുതകരമായിട്ടുള്ളൊരു അത്ഭുതകരമായ റെസ്പോൺസ്. അത് മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോ കാണുന്ന ചോട്ടാ മുംബൈക്ക് പറയുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് സെലിബ്രേഷൻ ഉണ്ട്. തിയേറ്ററിനകത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പടങ്ങളിലൊന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് ഫോർ ദ പീപ്പിൾ റിലീസ് ചെയ്തൊക്കെ ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയ ഈ രീതിയിൽ ഇത്ര വൈറൽ സ്വഭാവത്തിൽ എത്തിയ കാലമല്ല, ഇങ്ങനൊരു സംഗതി ഒന്നും ഇല്ലല്ലോ. രോഷ യൗവനം ആളുകളുടെ എല്ലാം കാര്യത്തിൽ ഇതുപോലെ റിയാക്ട് ചെയ്യണം ഈ കറപ്ഷനെതിരെ, പൊളിറ്റിക്കൽ ഇതിനെതിരെ എന്നുള്ള അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇമ്പാക്ട് കൂടി ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് മുമ്പ് രമണയാണെന്ന് തോന്നുന്നത്, വിജയകാന്തിന്റെ രമണ, ഇന്ത്യൻ, അങ്ങനെയൊക്കെ സിനിമകൾ ഈ അനീതിക്കെതിരെ പ്രതികാരം ഒരുപാടുണ്ട്. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള പടങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് അതുപോലെ ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിനുശേഷം ഇപ്പോ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ചേട്ടാ അത് റീറിലീസ് ചെയ്യാൻ. അപ്പൊ ഇപ്പൊ അന്ന് കണ്ടിരുന്ന അന്ന് ഉണ്ടായിരുന്ന ചെറിയ കുട്ടികളൊക്കെ ഇപ്പൊ ചെറുപ്പക്കാർ ആവുകയും അവര് തിയേറ്ററിൽ ഇത് റീവിസിറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യാന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ സെലിബ്രേഷൻ വളരെ സന്തോഷമാണ്. നമ്മൾ റീവിസിറ്റ് ചെയ്ത് കളിയാക്കലുകളാണല്ലോ കൂടുതൽ. റീവിസിറ്റ് ചെയ്തിട്ടുള്ള സെലിബ്രേഷനുകളും സന്തോഷമാണ്, പഴയ കാര്യങ്ങൾ സന്തോഷിപ്പിക്കില്ല. അത് മാത്രമല്ല, റീവിസിറ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് തിയേറ്ററിനകത്ത് പിന്നെ അവിടെ കോൺസേർട്ട് പോലെ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ, അതായത് അവിടെ പെർഫോം ചെയ്യാൻ കൂടെ പറ്റുവാണ്. ഇപ്പൊ ഈ പാട്ട് എന്ന് പറയുന്നത്, ഇപ്പം ഈ പാട്ടിന്റെ പേരിൽ ജാസിയേട്ടന്റെ പേരിൽ വീണ്ടും ആളുകൾ മറ്റേ സെലിബ്രേറ്റ് ചെയ്യുന്നു, വീണ്ടും കാണുന്നു, അല്ലെങ്കിൽ വീണ്ടും കാണുമ്പോൾ ഈ പാട്ടിനെ കുറിച്ച് തന്നെ ചോദിക്കുന്നു, അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. ഈ തിയേറ്റർ വിസിറ്റ് ഒക്കെ ഉണ്ടല്ലോ. തിയേറ്റർ വിസിറ്റ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ആദ്യം തുടങ്ങിയ സിനിമ അത് ആയിരിക്കും. ഫോർ ദ പീപ്പിൾ തിയേറ്റർ വിസിറ്റ്, ഓൾ കേരള തിയേറ്റർ വിസിറ്റ് ആയിരുന്നു. നാടക സംഘം സഞ്ചരിക്കുന്ന നമ്മള് ഒരു ബസ്സിൽ എല്ലാവരും, അല്ലെ നടന്മാര്, ടെക്നീഷ്യൻസ്. എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആന്റണിയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങള്.
ടെക്നീഷ്യൻസ് വരെ വന്നു. ആ. ആന്റണി പ്രവീൺ മണി ആയിരുന്നു അതിന്റെ ആ, അതെ. റീ റെക്കോർഡിങ് ചെയ്തിരുന്നത്. പ്രവീൺ മണി വന്നു. ആന്റണിയൊക്കെ കുറെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്, തിയേറ്റർ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. RD വന്നിട്ടുണ്ട്, ചിലയിടങ്ങളിൽ RD വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ടെക്നീഷ്യൻസും ഇവിടെ പങ്കെടുത്തിരുന്നു. അങ്ങനെ തിയേറ്ററുകളിൽ പോകുന്ന ഒരു ഭയങ്കര വ്യത്യാസമുള്ള സംഭവമാണല്ലോ. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് നമ്മൾ നേരിട്ട് ഇത് കാണുകയാണ്. പിന്നെ അവരും നേരത്തെ ഈ പറഞ്ഞതുപോലെ ആക്ടേഴ്സ് ആളുകൾക്ക് സിനിമ ഇഷ്ടപ്പെടണം, എന്നാലേ നേരിട്ട് പോയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ വേറൊരു കാര്യമുള്ള വെച്ച് കഴിഞ്ഞാൽ നടന്മാരെ കാണുക എന്നുള്ളത് എളുപ്പമല്ലാത്തൊരു കാലം കൂടിയാണല്ലോ. ഇപ്പൊ ഒരു ഏന്തി വലിഞ്ഞ് മതിലിന്റെ പുറത്തൊക്കെ കഷ്ടപ്പെട്ട് കയറി പല തലവെട്ടങ്ങൾ മാറ്റി കഴിഞ്ഞാൽ മാത്രം കാണുന്നതാണ് ഷൂട്ടിങ്. ഇപ്പൊ ഇന്ന് മോളിലോ അല്ലെങ്കിൽ ഇവന്റിലോ ആക്സസിബിൾ ആണല്ലോ കൂടുതൽ. അപ്പൊ അന്ന് പിന്നെ ഞങ്ങളെല്ലാം പുതിയ ആളുകളായതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ സമയമുണ്ട് ഇപ്പോൾ. പക്ഷെ ആ പബ്ലിസിറ്റി, ആ പ്രോഗ്രാം വന്ന് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയില്ല. പിന്നീടും കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ടാണ് അത് വന്നത്, അതിൽ പ്രായോഗികമായിട്ട് വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ആരും അങ്ങനെ ഒരു വാഹനം എടുത്തിട്ട് തിയേറ്ററുകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ പോയി വിസിറ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം പല പടങ്ങളിലും അത് അപ്ലൈ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയുടെ. അത് തന്നെയാണ് ഓൾ കേരള ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെട്ട സിനിമയാണ്, ആളുകൾ എന്റർടൈൻ ചെയ്യപ്പെട്ട സിനിമയാണ്. പിന്നെ അത് യൂത്ത്, നമ്മൾ ഈ പറയുന്ന ഒരു അടുത്ത ജനറേഷൻ ഇപ്പോഴും ഇപ്പോൾ അന്ന് ചെറിയ കുട്ടികളായിരുന്ന ആളുകൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ചേട്ടാ അത് എത്രയോ മെസ്സേജുകൾ ഇപ്പൊ ഞാൻ ഈ റോന്തിൽ അഭിനയിച്ചതിന് ശേഷം നമുക്ക് മെസ്സേജ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അത് കണ്ടിട്ട് സിനിമ കണ്ടിരുന്നു, നന്നായിരുന്നു ചേട്ടാ, അടുത്ത ഒരു 4th April റിലീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അത് പലയിടത്തും വരുന്നുണ്ട്. കൺസിഡർ ചെയ്യുന്ന ഒരു അതെ, അത് അദ്ദേഹം അല്ലെങ്കിൽ അതിന്റെ നിർമ്മാതാവ് സാബുചേട്ടനോ അങ്ങനെ അവർ ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ്, നമുക്കറിയില്ല അതിനെ കുറിച്ച്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഭയങ്കര ട്രെൻഡ് സെറ്റർ റോള് വന്നിട്ട് ഒരു ക്യാരക്ടർ അത്ര തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ആളുകളുടെ ഹൃദയത്തിൽ പതിഞ്ഞാല് ഇതേ സംഗതി തന്നെ ഫിലിം മേക്കേഴ്സിന്റെ സൈഡിൽ നിന്നുണ്ടാവും. ഇതുപോലൊരു സാധനം റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിനെ ഈ ഒരു തരം ടൈപ്പ് കാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത പോലും വരുന്ന രീതിയിൽ കുറെ ആളുകൾ ഇത് തന്നെ വേണം എന്ന് പറഞ്ഞ് വരാൻ സാധ്യതയില്ലേ? അതിനുശേഷം ശരിക്കും അങ്ങനെ ഒരു കോളായിരുന്നു കൂടുതൽ വന്നത്. അതിനുശേഷം അങ്ങനത്തെ ഇതായിരുന്നു. പിന്നെ അത് സിനിമ വേറൊരു ഷിഫ്റ്റ് എടുക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ആളുകൾ വരുന്നു, അതൊക്കെ ആരൊക്കെ അതിങ്ങനെ ഷേപ്പ് ചെയ്തു വരുന്നൊരു സമയമായിരുന്നു. ഞാനത് കഴിഞ്ഞ് ചെയ്ത പടം സിബി മലയിലിന്റെ അമൃതമാണ്. അത് വേറൊരു സിനിമ. ഇതിന്റെ സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ്, കുറച്ച് വിപ്ലവകാരിയൊക്കെ ആയിട്ടുള്ള ഒരാളാണ് കോളേജിൽ. പക്ഷെ എന്നാലും അത് മറ്റൊരു തരം എക്സ്പീരിയൻസ്. അതിന്റെ പാട്ട് ഈ പറഞ്ഞ ഓൾ ടൈം ട്രെൻഡിങ്ങിലേക്ക് വന്ന സിബി സാറിനെ പോലൊരു മാസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്തത് എനിക്ക് ഇപ്പോഴും പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു ഫിലിം മേക്കറാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യും. ഇപ്പം ഷാഹിയുടെ പടത്തിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ ആ ഒരു ക്ലൈമറ്റ് ഉണ്ട്. ചില മേക്കേഴ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു അതിപ്പോൾ എങ്ങനെ പറയുന്നതെന്നറിയില്ല, ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കും ഒരു ലൊക്കേഷനിലെ. അത് ചിലർക്ക് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. ഒരു കാലാവസ്ഥ ഉണ്ടാക്കും. മറ്റത് കുറച്ചൊക്കെ അതിനുവേണ്ടി തയ്യാറെടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല, അത് തന്നെ വരും അവിടെ എന്ന് പറയില്ലേ. ചില ഛായാഗ്രാഹകർ ഇപ്പം മഴ വേണം എന്ന് ആഗ്രഹിച്ചാൽ മഴ പെയ്യും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആളുകളുടെ പേര് പറയുന്നില്ല, മഴ പെയ്ത് അങ്ങനെ നമുക്കറിയാലോ. അപ്പോൾ എന്ന പോലെ ഒരു ക്ലൈമറ്റ്, ഒരു ഇമോഷണൽ ക്ലൈമറ്റ് ഉണ്ടാവും അതിന് ചുറ്റും. അപ്പം അത് വളരെ ഈസിയാണ് അവിടെ നമ്മൾ ബിഹേവ് ചെയ്താൽ തന്നെ. ഹാഫ് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ അധികം സിബി സാറൊന്നും അധികം നിർദ്ദേശങ്ങളൊന്നും തരില്ല, വെറുതെ ഇങ്ങനെ നോക്കി ഇരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം വളരെ കുറച്ച് സംസാരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ആ പ്രത്യേകത ഇയാൾക്കുണ്ട്, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പം അന്ന് അങ്ങനെയുള്ള മാസ്റ്റേഴ്സ് അതായിരുന്നു. തൊട്ടടുത്ത സിനിമ അതായിരുന്നു അതിൻ്റെ എക്സൈറ്റ്മെന്റ് പാർട്ട്, അമൃതം. അപ്പോൾ അങ്ങനെയുള്ള, അപ്പം നിങ്ങൾ ചോദിച്ചത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പം എന്താ അറിയോ, നമുക്ക് അങ്ങനെ അത് അന്ന് അങ്ങനെ മാനേജ് ചെയ്യാനൊന്നും നമുക്ക് അറിഞ്ഞു. നമ്മളുടെ ഒരു ചെറുപ്പം ഈ പറയുന്ന ഇന്നത്തെ രീതിയിലുള്ള ഒരുപാട് സൗഹൃദങ്ങൾ പോലും അന്ന് പാകപ്പെട്ട് രൂപപ്പെട്ട. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്ന ഒരു മാറ്റമൊക്കെ സിനിമയിൽ. പുതിയ ഡയറക്ടേഴ്സ്, അന്ന് ADs ആയിരുന്നവരൊക്കെ ശരിക്കും ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് പതിയെ വന്നു തുടങ്ങുന്ന കാലല്ലേ അത്? അതെ. ഞാനൊക്കെ മൂവിയോളം തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ ആദ്യം ശേഖർ സാറാണ് എഡിറ്റർ ഇതിന്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ചെന്നൈയിൽ വെച്ചിട്ടാണ് ഈ
എൻ്റെ ഇത് നമ്മള് ഡബ് ചെന്നൈയിലേക്ക് എങ്ങനെ ഡബ് അല്ല ഈ സോങ് നിങ്ങൾ നേരത്തെ പറഞ്ഞ സോങ് അവിടെയാണ് ചെയ്തത്. വിജയവാഹിനി സ്റ്റുഡിയോയിലാണ്. വിജയവാഹിനി സ്റ്റുഡിയോയിലാണ് ചെയ്തത്. പിന്നെ അപ്പോൾ അന്ന് അവിടെ നമ്മളൊരു 3-4 ദിവസം അവിടെ നമ്മൾ ഉണ്ട് ഷൂട്ടിന്. അപ്പോൾ ഒരു ദിവസം സാറ് അന്ന് ഞാൻ ചെന്നപ്പോൾ സാറ് പറഞ്ഞു, നിനക്ക് കാണണ്ടേ? അപ്പോൾ ചെറിയൊരു ഹോളിലൂടെ ഇങ്ങനെ. അപ്പോൾ ശേഖർ സാറാണ് കാണിച്ചത്. ശേഖർ സാർ മരിച്ചുപോയി, ഇപ്പോൾ ഇല്ല, സാറില്ല. സാർ ഒരുപാട് പഴയ മൂവിയോളം വലിയ പാടാണ് മൂവിയോളം എഡിറ്റ് ചെയ്യാൻ. എഡിറ്റർമാരോട് ചോദിച്ചാൽ അത് കാണിച്ച് കിട്ടുക എന്നുള്ളതും സംബന്ധിച്ചുള്ള വലിയ അയ്യോ അംഗീകാരം കിട്ടുന്ന പോലാണല്ലോ. അയ്യോ അതിൽ നമ്മൾ കാണുന്നത് അന്ന് മോണിറ്റർ ഇല്ല. ഇപ്പോഴും അതുകൊണ്ട് മോണിറ്റർ നോക്കുന്നൊരു ശീലം ഇല്ല. അതൊരു പഴഞ്ചൻ വർത്തമാനമായിരിക്കാം. പക്ഷെ വേറൊരു തരത്തിലൊരു അടിത്തറ, നമുക്കൊരു ഫൗണ്ടേഷൻ കിട്ടുന്ന ഒരു സംഗതിയാണ്. മാത്രമല്ല അതിന്റെ ഒരു വേറൊരു കാര്യം എന്താ അറിയോ, വേറൊരാളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ട്രസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ അർത്ഥത്തിലല്ല, പക്ഷെ നിങ്ങളാണത് കാണുന്നത്. ആ ട്രസ്റ്റ് മുതൽ നമ്മളൊരു ഡയറക്ടർക്ക് ഡയറക്ടർ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ജോലി മോശമായാലും അങ്ങേരുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ ഇപ്പൊ ചെറിയ കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ പോയി നോക്കുക. ഒന്നാമത് ഈ മോണിറ്ററിന് മുന്നിൽ വലിയ തിരക്കായിരിക്കും. നമ്മളിത് പോയി നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകുന്നില്ല. അടുത്ത ടേക്ക് വേറൊരു തരത്തിൽ എങ്ങനെയാണ് വരുന്നത് അത് നമ്മൾ ചെയ്യുന്നതാണ്. അതങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്ത് ചെയ്യുന്നൊന്നുമല്ലല്ലോ നമ്മൾ. അത് ഇപ്പോൾ ഒരു ടേക്ക് നമുക്ക് റിപ്പീറ്റ് ചെയ്യാനും ഒന്നും പറ്റില്ല, അതങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മോണിറ്റർ പോയി നോക്കുന്ന ഒരു ശീലം ഭാഗ്യവശാൽ ഇല്ല. അത് നോക്ക് വലിയ പാടാണല്ലോ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ അറേഞ്ച്ഡ് ആയിട്ടൊക്കെ ചെയ്യാനായിട്ട്. ഭയങ്കര ഒരു മുമ്പിലിരുന്ന് പഠിക്കുന്ന മാതിരി തോന്നി, ഫ്രണ്ട് ബെഞ്ചിൽ. അത് പറ്റില്ല, മോണിറ്ററൊക്കെ കണ്ട് തിരുത്തി. അത് വലിയ പാടാണ്. അപ്പോൾ ഡയറക്ടർ പറയുന്നത് ക്യാമറമാൻ അവർ പറയുമല്ലോ, അവരാണല്ലോ ഇതിൻ്റെ ആൾക്കാർ, അവർ പറഞ്ഞോളും. അപ്പം അതാണ് ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് അമൃത ആണെങ്കിൽ ആ സമയത്ത് ചെയ്ത പല സിനിമയിലും കുറച്ച് ഈ പെട്ടെന്നൊരു മറ്റേ രോഷയൗവനം എന്ന് പറഞ്ഞ റൊമാൻറ്റിക് ഹീറോ സംഗതി കൂടി ഉണ്ടല്ലോ. അന്നത്തെ കാഴ്ചക്ക് പറ്റുന്നെടുത്ത് ആടിയൊക്കെ വെട്ടി ഒതുക്കി ഞാൻ പറയുന്നൊരു ഇതിലെ പാട്ടാണെങ്കിൽ അമൃതത്തെ പാട്ടാണെങ്കിൽ അങ്ങനെ ഒരു കുറേ പ്രധാനപ്പെട്ട സാധനങ്ങൾ ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ളത് കൂടി പാരലലി കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുണ്ടായില്ല അന്നത്തെ ഫിലിം മേക്കേഴ്സ് മുന്നിലേക്ക്. അത് ഉണ്ടാവും. അന്ന് ആളുകളും അങ്ങനെ കുറവ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പാട്ടിലൊക്കെ പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു വേഷത്തിൽ, പിന്നെ ഇത് നമ്മൾ ചെയ്യുന്ന വേഷമാണല്ലോ പിന്നീട് നമ്മളിൽ സ്റ്റാമ്പ് ചെയ്യപ്പെടുന്ന ഇത്തരം ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പിന്നീട് വരുന്നതാണ്. അപ്പോൾ അതിനങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് ഈ പാട്ട്. വലിയ പ്രയാസമുള്ള കാര്യമാണ് അത്. നിങ്ങൾ പറഞ്ഞ ഈ അന്തർമുഖത്വം അതൊക്കെ ഈ പാട്ടിൽ ഇപ്പം നമ്മളൊക്കെ അതൊക്കെ ചെയ്താൽ ശരിയാവും എന്നൊക്കെയുള്ള തോന്നലുണ്ട്. അതുണ്ട്. കാരണം ഇത് മനോഹരമായിട്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂടെയുള്ള ആള് ഒരു ഉഗ്രൻ ഡാൻസറോ ഒക്കെ ആണെങ്കിൽ തീർന്നു, പരിപാടി തീർന്നു എന്നുള്ള. അപ്പോൾ അവിടുന്ന് കുറച്ചും കൂടെ ഒരു പരിണാമം വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ അങ്ങനെ ഭയങ്കരമായ നൃത്തം ഒന്നുമില്ല. അതൊരു വലിയ ആശ്വാസമുള്ള കുറച്ചുകൂടി. അത് മാത്രമല്ല ആള് അങ്ങനെ നിർബന്ധിതമായ നൃത്തം രീതികളൊന്നുമില്ല. അങ്ങനെ കുറച്ചും കൂടെ അല്ലേ മലയാളത്തിൽ ലിപ്പ് ചെയ്യുന്നതും ഒക്കെ കുറെ കൂടെ റിയൽ ആയില്ലേ. അത് അത്ര ഡാൻസ് ചെയ്യണമെന്നില്ല, വേണമെന്നില്ല. അതെ അതെ അതെ, അത് വളരെ റിയലായി. അപ്പൊ അത് നല്ല പരിണാമമായിട്ടാണ് ഞാൻ കാണുന്നത്. നൃത്തം ചെയ്യേണ്ടവർ ചെയ്യാ, അല്ലെ അത് ഭംഗിയായി ചെയ്യുന്നവരത് ചെയ്യാ. എല്ലാവർക്കും എല്ലാം വേണമെന്നില്ല. അതെ അല്ലെ. ഈ കൊട്ടേഷന്റെ കാര്യം ഞാൻ എപ്പോഴും കൊട്ടേഷനിൽ ഇപ്പോഴും കൊട്ടേഷന്റെ പാട്ട് ചെയ്തതാരാന്ന് ചോദിക്കുന്നത്. ഇപ്പൊ മറ്റേ ഇത് നമ്മുടെ ഓണം വരുന്ന സമയത്തൊക്കെ പാട്ടുകാരൻ അന്വേഷിക്കുന്ന പോലെ കൊട്ടേഷനെ സംബന്ധിച്ചിടത്തോളം അന്ന് കുറച്ചു പേർക്കിടയിൽ ഒരു കൾട്ട് സ്റ്റാറ്റസ് പോലെ അതിന്റെ ഒരു നമ്മളിപ്പോ ഈ മാർക്കോ ഇപ്പൊ ഈ ഭയങ്കര വയലൻസും സംഗതികളും പല പടങ്ങൾ വരുന്ന സമയത്തും അതിനൊരു ഭയങ്കര മുൻഗാമി സ്വഭാവത്തിൽ വന്നൊരു സിനിമയാണ്. രസം വെച്ചാൽ അതിന്റെ ടെക്നീഷ്യൻ സൈഡിൽ വിനോദ് വിജയൻ ഡയറക്ട് ചെയ്യുന്നു, ഇപ്പോഴത്തെ രാജീവേട്ടനാണ് ക്യാമറ ചെയ്യുന്നത്, രാജീവ് രവി ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നത് അല്ലെ സമീർ അടക്കം ഒരുപാട് ആളുകൾ. അത് ഒരുപാട് ആളുകൾ അത് അമൃതത്തിന് തൊട്ട് പിന്നാലെ അല്ലേ തൊട്ട് ഇമ്മീഡിയറ്റോ പൊതുവിൾ കഴിഞ്ഞിട്ടുള്ള സിനിമ തന്നെ പറയാം. രണ്ടും ഒരുമിച്ചാ റിലീസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇത് വന്നല്ലോ വേഷത്തിന്റെ കൂടെയാണ്. അതെ അതെ, വേഷം അമൃതം അടുപ്പിച്ചു. വേഷം അമൃതം, കൊട്ടേഷൻ രസികൻ. സുനാമി വന്ന സമയം സിനിമകളെയൊക്കെ ബാധിച്ചു എല്ലാവരും. കൊട്ടേഷനിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള വലിയ നെയിംസ് ഒരുപാട് ആളുകൾ. രാജീവേട്ടനാണത് ഷൂട്ട് ചെയ്തത്, രാജീവ് രവി.
അതിന്റെ ക്ലാഷ് വർക്ക് ചെയ്ത അമൽ നീരദ്. അമൽ നീരദും അമൽ നീരദ് മധുചേട്ടൻ ചെയ്തിട്ടുണ്ട്. മധു നീലകണ്ഠൻ ഒരു ഫൈറ്റ് മധു നീലകണ്ഠനാണ് ഷൂട്ട് ചെയ്തത്. മധുചേട്ടനായിട്ട് വർക്ക് ചെയ്ത ഒരുപാട് ആളുകൾ. അതിന്റെ അസോസിയേറ്റ് അൻവർ റഷീദ് അമ്പുവായിരുന്നു അസോസിയേറ്റ്. പിന്നെ സമീറിന്റെ ആദ്യത്തെ സിനിമയാണ്. പിന്നെ ഇപ്പോ ഒരുപാട് പേരുണ്ട്. സുനിൽ, നമ്മുടെ തരുണിന്റെ സുനില് അതില് രാജീവേട്ടന്റെ കൂടെ സുനിലിന്റെ ആദ്യത്തെ സിനിമ. പിന്നെ വേറൊരു ഡയറക്ടർ ഉണ്ട്, അതാരും പറയാറില്ല, സിനിമയിൽ വർക്ക് ചെയ്ത അസോസിയേറ്റ് ആർട്ട് ഡയറക്ടർ ഇപ്പോഴത്തെ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. അയാളെ പടത്തിലുണ്ട്. വലിയ അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ അതിൽ, ഇവരൊക്കെ അതിൽ വർക്ക് ചെയ്ത ആൾക്കാർ. ഇപ്പം പിന്നെ സലാം ബുഖാരി ഇപ്പോഴത്തെ ഡയറക്ടർ, പുതിയ ഡയറക്ടർ, കുറെ ആളുകളുണ്ട്, കുറെ ആളുകൾ അതിൽ വർക്ക് ചെയ്തവരുണ്ട്. ഈ കൊട്ടേഷൻ വന്ന് നമ്മുടെ ഈ കൺവെൻഷണൽ നോർമൽ സംഗതി വിട്ടുപിടിച്ചിട്ടുള്ള ഒരു പടമായിരുന്നല്ലോ അന്ന്. അത് അവരുടെ എക്സ്പെരിമെന്റൽ അവരെല്ലാം കൂടെ ഒരു കൈവിട്ട് പരീക്ഷണം നടത്തിയൊരു സിനിമയാണല്ലോ അത്. അല്ല അതെങ്ങനെ നമ്മള് പേഴ്സണൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, നമ്മളൊരു പ്ലാൻ ഉണ്ടാവുമായിരിക്കും. നമ്മളൊരു മറ്റേ സീനിയർ മോസ്റ്റ് ഡയറക്ടർ എടുത്ത് തുടങ്ങുന്നു, ഫാസ്റ്റ് സ്റ്റാറിന്റെ അടുത്ത് പോലെ തുടങ്ങുന്നു, അങ്ങനെ ഒരു സിബിസാറിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു പ്ലാനും ഇല്ലായിരുന്നു മനീഷ്. ഇല്ല, അങ്ങനെ ഒരു പ്ലാനും ഇല്ല. അതൊന്നും നമ്മള് പ്ലാൻ ചെയ്തിട്ടില്ല, ഒരു സമയത്തും പ്ലാൻ ചെയ്തിട്ടില്ല. അതങ്ങനെ ഉണ്ടായതാണ്, സൗഹൃദത്തിൽ ഉണ്ടായ സിനിമയാണ് അതൊക്കെ. അത് കൂട്ടുകാരുടെ ഒരു സിനിമ സംഭവിക്കുമ്പോൾ നമ്മൾ പോയി അതിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. കൊട്ടേഷൻ എന്ന പേര് അന്നൊരു തിയേറ്ററിക്കൽ റിലീസിന് പറ്റുന്ന പേരാണോ? അമൃതം, വേഷം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അതിന് മുമ്പ് വേറൊരു സിനിമയാണ് ഞങ്ങൾ ആലോചിച്ചിരുന്നത്. ആ സിനിമ നടന്നില്ല. അതിന്റെ പേര് തിയേറ്റർ എന്നായിരുന്നു. സിനിമയായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത്. അത് നടന്നില്ല. അപ്പോൾ അതിനിടയിലാണ് പെട്ടെന്ന് ഇങ്ങനൊരു സിനിമ, പെട്ടെന്നാണ് അതിന്റെ കഥയും പരിപാടികളൊക്കെ രൂപപ്പെട്ടിട്ട് ഫോർ ദ പീപ്പിളിന്റെ ഒരു വിജയത്തിനോടനുബന്ധിച്ച് പെട്ടെന്ന് ചെയ്യുകയായിരുന്നു, പെട്ടെന്നുണ്ടാവുമായിരുന്നു. പക്ഷെ അത് വളരെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് അവരോട് വർക്ക് ചെയ്തിട്ടില്ല. അതെ, ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഛായാഗ്രാഹകനാണ് മധു നീലകണ്ഠൻ. അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു സൗഹൃദം ഉണ്ടായി. അതൊക്കെ ഭയങ്കര വലിയ. അല്ല, ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ എന്ന് പറയുമ്പോഴേ ഇവരെല്ലാം ഒരു സിനിമയില് പിന്നീട് ഒരിക്കലും കൊളാബറേറ്റ് ചെയ്തിട്ടില്ല. ഇതിൽ പകുതി ആളുകൾ പോലും ഒന്നിച്ച് പിന്നീട് സിനിമ ചെയ്തിട്ടില്ല. അത് അവരുടെ ഒരു ആദ്യത്തെ പരീക്ഷണം എന്നുള്ളതാണ്. സമീർ താഹിർ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്. സമീറിന്റെ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിലാണ് പിന്നീട് വിനോദിനെയൊക്കെ എനിക്ക് പരിചയമുള്ളത്. അപ്പൊ അങ്ങനെ സമീറുമായിട്ടുള്ള സൗഹൃദമാണ് സത്യത്തിൽ ആ സിനിമ ഉണ്ടാവുന്നത്. ഞാൻ നോക്കുവാണ് ഇപ്പം അരുൺ ചെറുകാവൽ എന്ന് പറഞ്ഞ ഒരാൾ കൂടുതൽ ടെക്നീഷ്യൻ സൈഡിലാണ് കൂടുതൽ പറ്റി. ഇപ്പൊ ഞാൻ സമീർ, ഷൈജു എന്ന് പറയുന്ന നമ്മൾ ഈ പറയുന്ന ഇവരൊക്കെ ആയിട്ടാണ് ദീർഘകാല സൗഹൃദവും അവരുമായിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചുകൂടി സിനിമയുടെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് ഇതേ വാചാലത ഞാൻ പറഞ്ഞത്, ഈ ക്യാമറയ്ക്ക് മുന്നിലുള്ള കാര്യം പറയുന്നത് അത്ര തന്നെ ഗ്രാഹ്യതയിൽ ഇപ്പുറത്തെ സൈഡും പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാ കാലത്തും. ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് ഈ പറയുന്ന സിനിമയെ അങ്ങനെ സമീപിച്ചിരുന്നത്? എങ്ങനെയാണ് അത്? ആദ്യം നമ്മളുടെ സൗഹൃദങ്ങൾ തുടങ്ങുമ്പോൾ മുതലുള്ള ആളുകൾ, ഇപ്പം ഇവരല്ലാത്ത ഒരുപാട് ആളുകൾ, ഇപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സൗഹൃദ സംഘത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാത്രമാണ് ആക്ടർ എന്നുള്ള നിലയിൽ വന്നത്. ബാക്കി എല്ലാവരും ടെക്നീഷ്യൻസ് ആയിരുന്നു. നമ്മളാ മനസ്സിലായില്ലേ, അത് അങ്ങനെയാണ് നമ്മൾ സംസാരിച്ച് വരുന്നതും നമ്മുടെ ഒരു ഉള്ളിൽ അത് ഷേപ്പ് ചെയ്ത് വരുന്നതും എല്ലാം. അപ്പം അതുകൊണ്ടാണ് ടെക്നീഷ്യൻസുമായിട്ട് കൂടുതൽ സൗഹൃദം ഉണ്ടാവുന്നത്. ഈ കൊട്ടേഷൻ ഇപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് വേഷമാണ് ശ്രദ്ധിക്കപ്പെട്ടത്. രസികൻ പ്രതീക്ഷിച്ച വിജയിച്ചില്ല, രസികൻ വിജയിച്ചില്ല, കൊട്ടേഷൻ വിജയിച്ചില്ല, അമൃതം ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഇതിനെല്ലാം കൂടി തിയേറ്ററിൽ ഒരു ലെക്ക് ഉണ്ടായിരുന്നത്, പറഞ്ഞ ഇത്രയും പതിവ് സാഹചര്യത്തിലും ഭേദപ്പെട്ട ഒരു ലെക്ക് ഉണ്ടായിരുന്നത് വേഷം എന്നുള്ളതായിരുന്നു. വ്യക്തിപരമായിട്ട് ഇതൊക്കെ ആ സമയത്ത് ഞാൻ ചെറുപ്പമാണല്ലോ, ഞാൻ ഈ ഇന്നത്തെ പാകതയോ പക്വതയോ ആയിരിക്കില്ലല്ലോ. ഇതെങ്ങനെയാണ് അന്ന് കണ്ടിരുന്നത്? കാരണം നമ്മൾ ഫോർ ദ പീപ്പിൾ പോലുള്ള ഒരു ഭയങ്കര ആക്സെപ്റ്റൻസ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ചർച്ച ചെയ്യപ്പെട്ട പടമായിരുന്നു. ഞാൻ തിയേറ്റർ സക്സസ് അല്ലെങ്കിൽ പോലും എങ്ങനെയാണ് ഒരു പേഴ്സണലി ഇതിനെ എടുത്തിരുന്നത്? നമ്മൾ ഷോൾഡർ ചെയ്യുന്ന പടം ആയിട്ടാണല്ലോ അതൊക്കെ വരുന്നത്. അതെ, നമ്മൾ ഷോൾഡർ ചെയ്യുന്ന. അത് എനിക്ക് വലിയ വിഷമമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും അത് നമ്മുടെ സിനിമകൾ പരാജയപ്പെടുന്ന വിഷമമുണ്ടാക്കുക തന്നെ ചെയ്യും. അതില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അത് വലിയ വിഷമം ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് ഇന്ന് അങ്ങനെ ഒരു പരാജയം ഉണ്ടായാൽ ഡീൽ ചെയ്യുന്ന പോലെ അന്ന് അത് ഡീൽ ചെയ്യാനുള്ള മാനസിക പക്വതയും നമുക്ക് ഉണ്ടായിരുന്നില്ല. സത്യം തന്നെ. അപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, ഇത് അക്സെപ്റ്റൻസ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മളൊരു മാസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്യുന്നു, ഒരു പുതിയ ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയാണ് വിജയവും പരാജയം. അത് രണ്ടുമുണ്ട്. പരാജയം പിന്നെ പരാജയം ഒറ്റയ്ക്കാണ്, നമ്മൾ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നൊരു കാര്യമാണ്. മറ്റതാണ് കുറച്ചും കൂടി ടഫർ ഡീൽ ചെയ്യാൻ പ്രയാസം. അത് നമ്മളെപ്പോലുള്ള ഉഴപ്പന്മാർക്ക് പറ്റുന്ന ഒരു പരിപാടിയല്ല ഈ സക്സസ്. ഉഴപ്പന്മാർക്ക് വേണ്ടിയുള്ളതാണ് പരാജയം.
സച്ചിയുടെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അനാർക്കലിയിലാണെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിലാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിലാണ് വരുന്നത്. ഇപ്പോൾ തിരക്കാരൻ ഞാൻ പറയുന്നത്, ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഒരു ചിലപ്പോൾ ഒരു ത്രൂ ഔട്ട് റോളിനെ വെല്ലുന്ന വിധത്തിൽ ഒരു പെർഫോമൻസിൽ ആളുകൾ നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഉറപ്പായി അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ക്യാരക്ടർ, അതിന്റെ ആർക്ക്, പെർഫോമൻസ് സാധ്യതയൊക്കെ പ്രധാനമാണല്ലോ. ഈ സച്ചിയുടെ സിനിമകളിലാണ് പിന്നെ നമ്മൾ തുടർച്ചയായി കണ്ടിട്ടുള്ളത്. സച്ചിയുടെ, ജീൻ പോൾ ലാലിന്റെ അതിലൊരു കാര്യം പറയുന്നത് ഞാനത് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്, സിനിമ നമുക്ക് വേണ്ടി സംസാരിച്ചോളും, അല്ല സിനിമ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തോളും, സിനിമ കണ്ടിട്ടുള്ള സിനിമയിലേക്ക് വിളി മതി. ഇപ്പൊ ഈ രണ്ടിനും ഇടയിൽ ആണല്ലോ, ഫിലിമും ഡിജിറ്റലിനും ഇടയിൽ വന്നാണ്, രണ്ട് തലമുറക്കിടയിലും പെട്ടുപോയ ആളുകളുടെ ഒരാളാണ്. അപ്പൊ ഈ ഒരു കൈൻഡ് ഓഫ് നെറ്റ്വർക്കിംഗ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ ലോബിങ് നടക്കം പറയും, നെറ്റ്വർക്കിംഗ്, സൗഹൃദ വലയങ്ങൾ ഉണ്ടാക്കുക, സൗഹൃദങ്ങളുടെ ഒരു ദൃഢത സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ സിനിമ വരുന്ന വഴി വരട്ടെ എന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണല്ലോ. എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഓരോ സിനിമയും സംഭവിക്കുന്നത് വ്യക്തിപരമായിട്ട്? ഞാൻ പറഞ്ഞ തുടക്കകാലം ചോദിച്ചത്. സൗഹൃദങ്ങളുടെ ദൃഢത സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാൻ നിന്നിട്ടില്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ കൃത്യമായി പ്ലാൻ ചെയ്യുന്ന, സൗഹൃദങ്ങൾക്ക് അപ്പുറത്ത്, ഇപ്പോൾ പ്രൊഫഷണലിസം എന്നൊക്കെയാണ് വാക്ക്, അങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്ന ഒരാൾക്കേ അത് പറ്റുള്ളൂ. നമ്മുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് സിനിമ അങ്ങനെ 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 വരുന്നു, സിനിമ ഉണ്ടാവുന്നു, അതിൽ നമ്മൾ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു വ്യക്തിബന്ധം വേറെയാണ്. അത് എൻ്റെ പല സുഹൃത്തുക്കളുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഷോട്ട് കഴിഞ്ഞപ്പോൾ പാക്കപ്പ് ആവുമായിരുന്നു, അന്നത്തെ വർക്ക് പാക്കപ്പ്. ഞാൻ നല്ല ഷൈജിൻ്റെ അടുത്തേക്ക് നടന്നു പോയിട്ട് ഞാൻ പറഞ്ഞു, അളയാ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ, പെട്ടെന്ന് ഷൈജും അത് ഓർക്കുന്നത് പെട്ടെന്ന്, ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുന്നതല്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊരു സെൽഫി എടുത്തു തന്നു, എന്നിട്ട് റൂമുകളിലേക്ക് പോയി. അത് സംഭവിക്കുന്നതാണേ. അത് നമുക്കങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ സിൻസിയറായി നിന്നാൽ മറ്റത് ചെയ്യാൻ പറ്റില്ല. സൗഹൃദം, സിനിമ. ചിലപ്പോ ഇനിയും ചിലപ്പോ ഒരു സുഹൃത്തുക്കളുടെയും കൂടെ വർക്ക് ചെയ്തില്ല എന്ന് വരും. ചിലപ്പം പുതിയ ആളുകളുടെ കൂടെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിന് ആ ഒരു ഇതിൽ കാണാനേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞു, അതിനങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ പ്ലാൻ ചെയ്യാതെ അത് സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് സിനിമയിലെ എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോൾ അടുത്ത എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് എല്ലാം അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ വീണ്ടും റോന്തിലേക്ക് വരുവാണെങ്കിൽ, റോന്ത് അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു പ്രൊസീജിയറൽ ഡ്രാമ സ്വഭാവത്തിലുള്ള സിനിമയല്ല. എന്നാൽ പോലും ഒരു കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള, റിലേറ്റബിൾ ആയിട്ടുള്ള സിനിമ. അങ്ങനെ ഒരു മുഴുവനായിട്ടൊരു കമേഴ്സ്യൽ ടെംപ്ലേറ്റിൽ അല്ലാത്തൊരു സിനിമയുടെ ഒരു ആക്സെപ്റ്റൻസ് ആണ് സിനിമ കിട്ടിയത്. പൊതുവെ ഇപ്പൊ നേരത്തെ ഷാഹി കബീറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്, ഒരു ഞാൻ പല സമയത്തായിട്ട് പുതിയ തലമുറ ഫിലിം മേക്കേഴ്സിൽ ഏറ്റവും ശുഭാപ്തി വിശ്വാസം ആളുകൾ പുലർത്തി തുടങ്ങാത്ത സമയത്ത് മറ്റേ നേരത്തെ തന്നെ അത് സംസാരിച്ചിട്ടുള്ള ആളുകളുടെ ഒരാളാണ് നിങ്ങൾ. എന്താണ് ഈ പറയുന്ന ഈ ഒരു ഷാഹി കബീറിന്റെ ഒരു പോലീസ് യൂണിവേഴ്സ് കണക്ട് ചെയ്തിട്ടും റോന്തിൽ വരെയുള്ള ഒരു സിനിമയെ കുറിച്ച്, ഷാഹിയെ കുറിച്ച് അങ്ങനെ തോന്നിയിട്ടുള്ളത്? ഇപ്പൊ ഈ രണ്ട് തലമുറയിലുള്ള പ്രധാനപ്പെട്ട ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉള്ള ഫിലിം മേക്കേഴ്സിനോട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിൽ ചോദിച്ചാൽ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാഹി എന്നോട് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം ഞങ്ങൾ കണ്ടപ്പോൾ നിർബന്ധിച്ച് അയാളുടെ ലാപ്പിൽ തിരക്കഥ, അപ്പോൾ പറഞ്ഞു ഇത് വായിച്ചിട്ടൊരു അഭിപ്രായം പറയണം. അപ്പം അങ്ങനെ ചോദിക്കാറുണ്ട് നമ്മൾ. സൗഹൃദം റോന്ത് പേരിട്ടിട്ടുണ്ടാവില്ല. അന്ന് പേരിട്ടുണ്ട്. അല്ല, ഇത് നമ്മൾ സിനിമ ഓണായതിനു ശേഷമാണ് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ വായിക്കുന്നത്. അപ്പം അതിനു മുമ്പ് എന്നോട് പെട്ടെന്നൊരു ദിവസം പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ ഒരു മെൻഷൻ ചെയ്തേ ഉള്ളൂ, ഒരു ദിവസം ഒരു ചെറിയ പരിപാടി ഉണ്ട്. എല്ലാം അങ്ങനെ വളരെ സിമ്പിളായിട്ടല്ലേ പറയുള്ളൂ. അപ്പം പിന്നീട് പറയുകയാണ് ചെയ്തത് എന്നോട്, അതൊരു DYSP ആണ്, ഇത്തിരി കുഴപ്പക്കാരനാണ്, ഇത്രയേ ഉള്ളൂ, ഇത്തിരി കുഴപ്പക്കാരനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഷാഹിയുടെ അത് അയാളുടെ ഇൻ്റർവ്യൂകളിലും മറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ആളുകളെ ഇങ്ങനെ ഒരു വില്ലൻ നായകൻ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന ആളല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മനുഷ്യർ എത്തപ്പെട്ടിട്ട് പ്രത്യേകമായിട്ട് അവർ ചില പ്രവൃത്തികൾ ചെയ്യുന്നു, അതിന്റെ കോൺസിക്വൻസ് സാഹചര്യത്തിൽ അയാളുടെ നിലപാടും അയാളുടെ നീതിബോധം ഇതാണ്. അതാ, അത്രേ ഉള്ളൂ പുള്ളി. അങ്ങനെയാണ് പുള്ളി അതിനെ കാണുക. അപ്പം നമ്മളും അതിനെ ഫോളോ ചെയ്തു. അപ്പോൾ റോന്ത് അത് വായിച്ചു, തിരക്കഥ വായിച്ചു, അതിന് എൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പങ്കുവച്ചു. അപ്പോഴും എങ്ങനെ ഇത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ഇങ്ങനൊരു ക്ലൈമാക്സ് ഞാൻ പറയുന്നത് അത്ര ശുഭ സൂചകമായിട്ടുള്ള ക്ലൈമാക്സ് അല്ലല്ലോ, അല്ലെ? ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് തിയേറ്ററിൽ ജനം എടുത്തത് കണ്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല, ഫീൽ ഗുഡിലാണ് പലപ്പോഴും അവസാനിക്കുന്നത്. അതിൽ നമ്മൾ ടു മച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അല്ലേ? നമ്മൾ മുമ്പ്
നമ്മൾ ഈ സമാന്തര സിനിമകളെ കുറിച്ചൊക്കെ ഇപ്പൊ പറയുന്ന സിനിമകളുടെയൊക്കെ ഏറ്റവും വലിയൊരു കാര്യം അതിൽ ചിലതെങ്കിലുമൊക്കെ സക്സസ് ഉണ്ടാക്കി. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ. കമേഴ്സ്യൽ സിനിമയിലും നായകന്റെ മരണമോ നായകനോ സംഭവിക്കുന്ന എല്ലാം ദുരന്തമൊക്കെ ഓക്കെ മാറി വരികയായിരുന്നു. ആയിരുന്നു. ഇപ്പൊ അതില്ല. ആകാശദൂതും മറ്റേ എല്ലാം ഓടിയതാണ് ഇവിടെ. അതെ, ഒരുപാട് സിനിമ. കമലദളമൊക്കെ ഓടി, ഒരുപാട് പടങ്ങൾ. ചിത്രമൊക്കെ എടുത്ത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഒക്കെ. അപ്പൊ അതിപ്പോ അങ്ങനെ ഒരു സിനിമ നമ്മൾ ആലോചിക്കുമ്പോൾ അതിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് പല ചർച്ചകളിൽ പല അഭിപ്രായങ്ങൾ വന്നേക്കാം, വിയോജിപ്പുകൾ തന്നെ വന്നേക്കാം. ഒരുപക്ഷെ സിനിമ വർക്കായില്ലെങ്കിൽ ക്ലൈമാക്സ് ആണ് അതിന്റെ കാരണമെന്നും പറഞ്ഞേക്കാം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇയാളെടുത്തൊരു തീരുമാനം, അതിനോടൊപ്പം നിന്ന് നിർമ്മാതാക്കൾ വലിയൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു സിനിമ രാത്രികളിലാണ് ഇതിന്റെ ഷൂട്ട്, ഓൾമോസ്റ്റ് രാത്രികളാണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമ കുറച്ച് പ്രയാസമാണല്ലോ, രാത്രികൾ അറിയാലോ, രാത്രികൾ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ രീതിയിലും അത് മാറ്റമുണ്ടല്ലോ. അപ്പോൾ അതിന് നിർമ്മാതാക്കൾ തയ്യാറാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അതിന് തയ്യാറായ ആൾക്കാർ, അയാളുടെ ഒപ്പം, അയാളുടെ ആ വിഷന്റെ ഒപ്പം നിന്നവർ, അതൊക്കെ വലിയ കാര്യമാണ്. അപ്പോൾ അയാൾ അത് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വലിയ താരങ്ങളല്ല സിനിമ ഷോൾഡർ ചെയ്യുന്നത്, ഭയങ്കര വലിയ താരങ്ങളല്ല ഷോൾഡർ ചെയ്യുന്നത്. ഇവരെ വെച്ചത് ചെയ്തുകൊണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഒരുപാട് എഴുതുന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയ സിനിമ ആലോചിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഭയങ്കര പ്ലസ് ആണ്. ഒരാളോട് പോയി ഒരു കഥ പറയുമ്പോൾ ടെംപ്ലേറ്റിന്റെ ബാധ്യത വരുന്നില്ല, അത് ഫ്ലെക്സിബിൾ ആയിട്ട് എഴുതാം. പിന്നെ അതൊരു ഇൻഡസ്ട്രിയുടെ ഹെൽത്തിനെ കൂടെ സൂചിപ്പിക്കുന്നതാണ് ഇങ്ങനെയുള്ള സിനിമകൾ വർക്കാവുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ വലിയ കട്ടൊന്നും കൂടാതെ നമുക്കൊരു ഫെസ്റ്റിവലിനോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് സ്ഥലത്തേക്ക് ഈ സിനിമ രണ്ട് സ്ഥലത്തും പാകമാണ് വിടാം. അത് തിയേറ്ററിൽ അറ്റ് എ ടൈം വർക്കാവുക എന്ന്, അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് കുറച്ച് പണം കൂടുതൽ കിട്ടുക എന്ന് പറയുന്നത് അതിന്റെ ബിസിനസ്സിനെയും അഡ്രസ്സ് ചെയ്യുന്നു, അതിന്റെ ആർട്ടിസ്റ്റിക് സൈഡിനെയും അഡ്രസ്സ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ റയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഈ സിനിമയിൽ ജോലി ചെയ്തപ്പോൾ ഏറ്റവും വലിയ സന്തോഷം അതാണ്. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അതാണ്. നമ്മൾക്ക് വ്യക്തിപരമായി കിട്ടുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു പരിപാടിയിൽ നമ്മൾ പാർട്ടായിരുന്നു എന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ കുറെ സിനിമകളുടെ കാര്യം ചോദിച്ചല്ലോ, അപ്പൊ അതിലൊക്കെ നമ്മൾ പാർട്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. ഇതിലും ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു നമ്മൾ സമാന്തര സിനിമ എന്ന് പറയുന്ന സാധനം അതിങ്ങനെ നേർത്ത് വരുന്ന പോലെ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അത് ഭീതി ഉണ്ടാക്കുന്നതാണ്. കാരണം അത് സിനിമയുടെ ക്വാളിറ്റി, ഇപ്പോൾ കഥ ആലോചിക്കുന്ന പല ചെറുപ്പക്കാരും പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ വിട്ടുവീഴ്ചകളിൽ ഏറ്റവും പ്രയാസമുള്ള വിട്ടുവീഴ്ച അവർ ക്രിയേറ്റീവായി അവർ ആലോചിച്ച് വെച്ച ഒരു കാര്യം, ഒരു ക്ലൈമാക്സിനെ മാറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു സംവിധായകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അത് എഴുതിയ ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഒരു ലൈറ്റ് അങ്ങ് ഓഫായി പോകും അയാളുടെ ഉള്ളിൽ, അതാരും അറിയില്ല എന്ന് മാത്രം. കാരണം അത് ചെയ്യണം. അപ്പോൾ അതൊരു ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ടുള്ള വിട്ടുവീഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിജയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതാണ് അത് പ്രേക്ഷകർ എടുത്തു എന്നുള്ളത്. പ്രേക്ഷകരോട് ഭയങ്കര നന്ദിയാണ് ഇത് എടുത്തതിനും, അതിനെ കമേഴ്ഷ്യലി അതിനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി തന്നതിനൊക്കെ പ്രേക്ഷകരോട് ഭയങ്കര നന്ദിയുണ്ട്. കാരണം ഇവിടുത്തെ സിനിമയ്ക്ക് കുറച്ചും കൂടെ ഹെൽത്തിയായി മുമ്പോട്ട് പോകാൻ പറ്റും എന്നാണ്. കുറച്ചുകൂടെ ആരോഗ്യകരമായ ഇൻഡസ്ട്രി എല്ലാവരും വേണ്ടേ, എല്ലാത്തരം സംവിധായകരും കഥപറച്ചിലുകാരും ഒക്കെ വേണ്ടേ. പിന്നെ എപ്പോഴും ഈ ട്രാജഡി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലാണല്ലോ അതിൻ്റെ ഒരു ബ്യൂട്ടി ഒക്കെ ഇരിക്കുന്നത്. നമ്മളെപ്പോഴും തമാശകളും തല്ലും മാത്രം അത് മാത്രം പോരല്ലോ, നമുക്കൊരു വേറൊരു തരത്തിലുള്ള ഒരു റിയാലിറ്റി കൂടെ വേണ്ടേ. അപ്പം അത് ഷാഹി എഴുതി വെച്ച ആ ഒരു റിയാലിറ്റി, അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ആ ക്ലൈമാക്സ് അല്ലെങ്കിൽ അത് വിചാരിച്ച പോലെ കൊണ്ടുവരാൻ പറ്റി, ഈ ഫോമിൽ അത് ഉണ്ടാവുകയും ഇതിന് കിട്ടിയൊരു ക്രിട്ടിക്കൽ ആൻഡ് അല്ലാതെ തിയേറ്ററിക്കൽ അക്ലൈം രണ്ടും ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നത്. അതാണ് റോന്തിനെ കുറിച്ച് ഏറ്റവും ആദ്യം പറയാനുള്ളത്. പിന്നെ സിനിമയുടെ ഷൂട്ടൊക്കെ വളരെ രസകരമായ പരിപാടിയായിരുന്നു. രാത്രി ആണ് ഷൂട്ട്, സിങ് സൗണ്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ സിങ് സൗണ്ട് ഭയങ്കരമായി ഉപയോഗിക്കപ്പെട്ട് തുടങ്ങിയിട്ടില്ല മലയാളത്തിൽ ഇപ്പോഴും, പക്ഷെ ഭയങ്കര സാധ്യതയുള്ള ഒരു പരിപാടി തന്നെയാണ്. അതിൻ്റെ ഒരു പലപ്പോഴും നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഗംഭീരമായി ഡബ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. നമ്മൾ പൈലറ്റിൽ തന്നെ ആയിരിക്കും വളരെ മിടുക്കും മികവും ഉണ്ടാകുന്നല്ലേ. ഡബിങ്ങിൽ പിടിക്കാന്നൊക്കെ പറയുന്ന ചില സാങ്കേതിക തമാശകളുണ്ട്, അത് മാറ്റി വെച്ചാൽ എപ്പോഴും അതിൻ്റെ ഒരു ഒറിജിനൽ എന്ന് പറയുന്നത് ഒരു സൗന്ദര്യമുണ്ട്. നമ്മൾ ഡ്രാമ കൂട്ടുമ്പോഴെന്ന സമയത്ത് മാത്രമാണ് ഡബിൽ മാറ്റം വരുത്താവുന്നത്. അതല്ലാതെ
ഇത് പിന്നെ ഒരു ചെറിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ശബ്ദം ശബ്ദം കംപ്ലീറ്റ് ആയ ശബ്ദത്തിൽ നിന്നും മാറി നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അപ്പോൾ ഒരു ഗോൾഡൻ ടേക്ക് ചിലപ്പോൾ നഷ്ടമായി പോകും, ഉപയോഗിക്കാൻ പറ്റാതെ പോകും. അത് ആർട്ടിസ്റ്റുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അത് പിന്നെ വരില്ല അത് അത് പിന്നെ വേറൊന്നാണല്ലോ അവര് റീക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വലിയ ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവർക്കും പറ്റുമൊന്നുമില്ല, നമ്മളെപ്പോലുള്ള സാധാരണ നടന്മാർക്കൊന്നും അത് പറ്റില്ല. അപ്പോൾ അതും അതിൻ്റെ ഒരു യൂണിക് എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആണ് ആ പ്രോസസ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതാണ് റോന്തിനെ കുറിച്ച് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ അതൊക്കെയാണ് വരുന്നത്. ഈ റോന്തിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മളിപ്പം ബെന്നറ്റിന്റെ പറഞ്ഞു, അതുപോലെ ഭയങ്കര സ്ട്രൈക്കിംഗ് റോളായിരുന്നു അനാർക്കലിയിലെ. ഇപ്പം അനാർക്കലിയിലും ഡ്രൈവിംഗ് സ്കൂളിലും അതുപോലെ അണ്ടർവേൾഡിലെ ക്യാരക്ടർ, ഡ്രൈവിംഗ് ലൈസൻസ് അനാർക്കലി, മറ്റേ അണ്ടർവേൾഡിലെ ക്യാരക്ടർ. അതേസമയം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം ലോഡ്ജിൽ അതുവരെ ചെയ്യാത്ത രീതിയിൽ കുറച്ചുകൂടി ഒരു കോമിക്കൽ എലമെന്റ് രീതിയിലേക്ക് ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ ക്യാരക്ടറിന്റെ കാര്യത്തിലും ആക്ടിങ്ങിന്റെ കാര്യത്തിലും ഒരു വ്യക്തിപരമായിട്ടുള്ള സമീപനം? അത് ചില നടന്മാരങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചിലതരം റോളുകൾ ചെയ്യാൻ പറ്റില്ല. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ വീട്ടിൽ പാർട്ട്നേഴ്സിൻ്റെ നിലപാടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ നിലപാടുണ്ടാവാം. ചിലപ്പം ആളുകളുടെ കുട്ടികൾ ചോദിക്കില്ല ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ അത്തരം ഫാക്ടേഴ്സ് ഒന്നും മുഖവിലേക്ക് എടുക്കാത്ത ഒരാളാണ്. പിന്നെ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് ഏറ്റവും നമ്മൾ രൂപം വെച്ചിട്ട് നമ്മളെ കാസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമല്ലാതെ എവിടെയെങ്കിലും നമ്മൾ ചെയ്ത് കാണിക്കണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറ്. ഇയാൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഇയാളെ നമുക്ക് ഇങ്ങനെ കാസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നിടത്തു നിന്ന് നമ്മൾ മാറിപ്പോകണം, അത് മാത്രം ഞാൻ വിചാരിക്കാറുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു മുൻവിധി ഉണ്ടെങ്കിൽ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തണം. അതെ, അത് അങ്ങനെ ലിമിറ്റഡ് ആവരുത് എന്ന് വിചാരിച്ചു. രൂപം കൊണ്ടൊക്കെ ലിമിറ്റഡ് ആയി പോകും അല്ലേ മനുഷ്യർ പലപ്പോഴും. ചിന്തിക്കുക ഇയാളെ ഇങ്ങനെ ഒരു കാര്യത്തിനാവും പറ്റും. ട്രിവാൻഡ്രം ലോഡ്ജിൽ ഭയങ്കര ഒരു തിരിച്ചറിലായിരുന്നു അല്ലേ, പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു ടൈപ്പ്. ട്രിവാൻഡ്രം ലോഡ്ജ് ഭയങ്കര രസമുള്ള ലൊക്കേഷൻ ആയിരുന്നു അത്. ജയചന്ദ്രൻ സാറൊക്കെ ഉണ്ടായിരുന്നു. ആക്ടറാണ് സിനിമയിൽ. ബാലേട്ടൻ ഉണ്ടായിരുന്നു, ബാലേട്ടനൂടെ വർക്ക് ചെയ്തു. ബാലേട്ടനൊക്കെ ഭയങ്കര പലതരം കോമ്പിനേഷന്റെ ഒരു മിക്സ് ആയിരുന്നു. ഈ അക്കാദമിക് സർക്കിളുള്ളവര് ഇപ്പൊ ജനാർദ്ദനൻ ചേട്ടന്റെ കൂടെ ഒക്കെ ഒരുപാട് ദിവസം നമ്മൾ ഒരുമിച്ച്. സുമാരി ചേച്ചിക്ക് അവസാനം സമയം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആള് പോയി, പക്ഷെ വയ്യാതെയൊക്കെ ആയിരുന്നു. പക്ഷെ ഭയങ്കര രസമുള്ള ലൊക്കേഷൻ ആയിരുന്നു അത്. ഭയങ്കര രസമായിട്ട് നമ്മൾ ഷൂട്ട് തീർന്ന് അറിഞ്ഞില്ല. അതുപോലെ അങ്ങനെ അങ്ങനെ ഒരു നമ്മള് ഇതുവരെ ചെയ്തു വെച്ച റോളുകളിൽ നിന്ന് മൊത്തം തകിടം മറിക്കുന്ന തിരിച്ചിടുന്ന റോള് എന്നുള്ള രീതിയിലാണല്ലോ ട്രിവാൻഡ്രം ലോഡ്ജൊക്കെ വന്നത്. അപ്പൊ എന്താ അതിന് പെട്ടെന്നൊരു ഒറ്റയടിക്ക് അതിലേക്ക് എങ്ങനെയാ വരുന്നത്, ആ ക്യാരക്ടറിലേക്ക്? ഇല്ല, അത് ഇങ്ങനെ ചെയ്തു നോക്കാനുള്ള നമ്മുടെ ഒരു തോന്നൽ അതിനെ ഫോളോ ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പൊ അണ്ടർവേൾഡ് വരുമ്പോഴും അങ്ങനെ അണ്ടർവേൾഡും ഡയറക്ടറുടെ ഹെൽപ്പോടുകൂടി തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അണ്ടർവേൾഡിന്റെ ക്യാരക്ടറും നമ്മൾ എല്ലാ പടങ്ങളിലും ഉണ്ട്. ഇതിന്റെ കുറച്ച് പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ലാൽ സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. സുനാമി ലാൽ സാറിന്റെ സിനിമയിലും അതിൽ ജീന അഭിനയിക്കുകയും ചെയ്തിരുന്നു. അണ്ടർവേൾഡ് അല്ലെങ്കിൽ അഞ്ചാം പാതിര, ഡ്രൈവിംഗ് ലൈസൻസ്, ഇതൊക്കെ ഒരേ സമയത്തുള്ള സിനിമകളാണ്. കുറച്ച് അക്ലൈം ഒക്കെ ജീന അഭിനയിച്ചുകൊണ്ടാണ് അരുൺകുമാറിന്റെ പടത്തിൽ ഇതിലുണ്ട്. അത് ഇപ്പുറത്തെ ജീനിന്റെ എല്ലാ പടത്തിലുണ്ട്. ജീന് പ്രധാന റോൾ ഉണ്ടായപ്പോ അവിടെ ഉണ്ടായിരുന്നു. അതിലൊക്കെ നല്ല അക്ലൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇമ്മീഡിയറ്റ് അത് കൊറോണ ഡേയ്സ് ആണല്ലോ, ഈ സിനിമകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് കൊറോണ ഡേയ്സ് ആണ്. അപ്പൊ അത് പിന്നീട് നമുക്ക് മറ്റു കഥാപാത്രങ്ങളിലേക്ക് പോയില്ല. അതിന്റെ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ശ്രദ്ധ കിട്ടിയെങ്കിലും അത് പിന്നീട് കൺവേർട്ടഡ് ആയില്ല. പെട്ടെന്ന് എല്ലാവരും പൂട്ടിയിടുന്ന ഒരു അവസ്ഥ പോയല്ലോ. നിങ്ങൾ പറഞ്ഞ അഞ്ചാം പാതിരയുടെ ഒക്കെ നമുക്ക് കിട്ടിയൊരു അറ്റൻഷൻ പിന്നീട് അത് ശരിക്കും ബെന്നറ്റ് അതിനുശേഷം വരാനിരിക്കുന്ന അല്ലെങ്കിൽ ആലോചനയിൽ എഴുത്തിലൊക്കെ സംഭവിക്കാവുന്ന ഒരുപാട് റോളുകളിലേക്കുള്ള ഒരു ഗേറ്റ് ആയിരുന്നു. പക്ഷെ സ്വഭാവമായിട്ട് അന്ന് പക്ഷെ കോവിഡിലേക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ടൈപ്പ് കാസ്റ്റിംഗ് ചിലപ്പോൾ നടന്നേനെ, അത് നടന്നില്ല ഭാഗ്യം. പിന്നീട് ഞാനൊരു പാതിരി ചെയ്തത് ഈ അടുത്ത് ഹലോ മമ്മിയിലാണ്. വേറൊരു ആ പാതിരിയായിട്ട് യാതൊരു ബന്ധമില്ല പാതിരിയാണ്, അതൊരു തമാശക്കാരനാണ്. അപ്പൊ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെയാണ് അത് ശ്രമിക്കുന്നത്. ഇതൊക്കെ ശ്രമങ്ങളാണ്, നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇങ്ങനെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ലിമിറ്റ് ചെയ്യപ്പെട്ടു പോരുതെന്നാണ് നമ്മുടെ വിചാരം. പിന്നെ മനുഷ്യത്തൊക്കെ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ.
ഇതൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് എന്നൊന്നും പറഞ്ഞിട്ട് അല്ല, നമുക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് അങ്ങനെയുള്ള നമുക്ക് അവർക്ക് തോന്നണം ഇയാളെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം, നല്ല ഹെൽപ്പ് വേണം നമുക്കിത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ, നല്ല ക്രൂ, നല്ല ടെക്നീഷ്യൻസ്, നല്ല വിഷൻ, അവരുടെ കൂടെ തന്നെ പങ്കെടുക്കണം. എന്നാൽ തന്നെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇത് ഒരു ആക്ടറുടെയും അത് അയാളുടെ സ്വന്തമല്ല പെർഫോമൻസ്. ഇപ്പൊ നോക്കിയാൽ ഇപ്പോൾ ഒരു 2000-ന്റെ അല്ലെങ്കിൽ ഫിലിമെന്നും ഡിജിറ്റലിനും അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഘട്ടത്തിൽ പെർഫോം ചെയ്തവരെല്ലാം എടുത്തു പറയുന്ന സാധനമുണ്ട്. ഇപ്പം അത് പൃഥ്വിയാണെങ്കിലും ഇപ്പം ജയസൂര്യ ആണെങ്കിലും ഇവരെല്ലാം അടക്കം നിങ്ങളുടെ ആ ഒരു കാലത്തുള്ള എല്ലാവരും എടുത്തു പറയുന്ന സാധനം എന്ന് വെച്ചാൽ, ഒന്ന് ഈ പറയുന്ന ഈ ഫിലിമുള്ള കാലത്ത് നമ്മുടെ തിലകൻ, മുരളി, നെടുമുടി വേണു അടക്കമുള്ള KPS ലളിത അടക്കമുള്ള ഇവിടുത്തെ നമ്മുടെ ലെജൻഡ് എന്ന് പറയാവുന്ന ആക്ടേഴ്സിനൊപ്പം ഉള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അത്. അപ്പൊ അത് ഭയങ്കര ഒരു എന്താ വെച്ചാൽ ആജീവനാന്ത സമ്പാദ്യമായിട്ട് എടുത്തു പറഞ്ഞ സാധനമാണല്ലോ. അതുകൂടി ഭയങ്കരമായിട്ട് ഒരു അനുഗ്രഹം പോലെ ഒരുപാട് പടങ്ങളിൽ കിട്ടിയിട്ടുള്ള ആളാണ്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇപ്പൊ നേരത്തെ അത് പറഞ്ഞുകൊണ്ടുകൂടിയാണ്, ഇപ്പൊ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അടക്കം പറഞ്ഞുകൊണ്ടുകൂടിയാണ് ഇവരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കാരവാന് പുറത്തുള്ള ഒരു സിനിമ നടക്കുന്ന കാലം കൂടിയാണല്ലോ. അതെ, ഞാൻ സിനിമയിൽ വന്നിട്ട് കുറച്ച് അഭിമാനത്തോടു കൂടി മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. തിലകൻ ചേട്ടൻ, അമ്പിളിച്ചേട്ടൻ, ഇവരൊക്കെ ആയിട്ടൊരു ഒരു ചെറിയ സൗഹൃദം ഉണ്ടായിരുന്നു. അത് ഭയങ്കരമാണ്. അവർ നമ്മളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ തീരെ അശു പോലുള്ള ആളുകളാണല്ലോ അവരുടെ മുമ്പിൽ. അത്ര വലിയ ജൈജാൻറ്റിക് ആക്ടേഴ്സാണ്. ഇന്റർനാഷണൽ, ഇപ്പം മലയാളത്തിൽ എന്നും ഇന്റർനാഷണൽ ആക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇന്റർനാഷണൽ ആക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അന്ന് കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറ്, അടൂർ ഭാസി, ഭാസിക്ക് ഇന്റർനാഷണൽ ആക്ടറാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുതിരോട്ടം പപ്പു, ബഹദൂറിനൊപ്പം അഭിനയിച്ചു. ഇല്ല, അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചില്ല. അദ്ദേഹം നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ ലൊക്കേഷനിൽ വന്നു അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തില്ല. കുതിരോട്ടം ലൊക്കേഷനിൽ അദ്ദേഹം ഫാസിൽ സാറിൻ്റെ ലൊക്കേഷനിൽ വന്നിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം വർക്ക് ചെയ്തില്ല, അവരുടെയൊന്നും കൂടെ വർക്ക് ചെയ്തിട്ടില്ല. അതുപോലെ ഈ ആളുകൾ ഇവരെല്ലാവരും ഭയങ്കര ആക്ടേഴ്സാണല്ലോ, ഭയങ്കര ആക്ടേഴ്സാണ്, ഭയങ്കര പെർഫോമൻസ് ആണ്. നമ്മളുടെ ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് ഇനി അങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ഇത് ഈ ഫിലിം മേക്കിംഗ് പ്രോസസ്സ് ആക്ടേഴ്സിന് കൂടുതൽ കംഫർട്ട്, ഭയങ്കര ഈസി ആവുന്ന കാലത്തിന് മുമ്പാണ് അവരിത് അച്ചീവ് ചെയ്തിട്ടുള്ളത്. അതിലെല്ലാവരും നാടകത്തിൽ നിന്നൊന്നും വന്നിട്ടുള്ളവരൊന്നും അല്ല. എല്ലാവർക്കും അങ്ങനെ ഈ നാടകത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു മീറ്ററൊക്കെ വേറെയാണല്ലോ. ഇതിൻ്റെ ഒരു അഭിനയത്തിൻ്റെ ഒരു രീതിയൊക്കെ പലപ്പോഴും പല സിനിമകളിലും പലതല്ലേ. അപ്പോൾ അത് ഭയങ്കരമായ മനോധർമ്മമൊക്കെ ഉള്ള ആളുകളാണ് കലാകാരന്മാർ എന്നുള്ള നിലയിൽ. അവര് കുറച്ച് സൂപ്പർ ഹ്യൂമൻ ആയിട്ട് നമുക്ക് ഇപ്പം തോന്നുന്നുണ്ട് അവർ. കാരണം ഭയങ്കര കംഫർട്ടബിളായി ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഈ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ അങ്ങോട്ട് എല്ലാ സ്ഥലങ്ങളിലും കയറി വന്നതുകൊണ്ട് എല്ലാവർക്കും ഇതിപ്പോൾ നമ്മുടെ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ക്യാമറ ഉപയോഗിച്ചിരുന്നത് കല്യാണങ്ങൾക്ക് അല്ലെ, മൂവി എന്ന വിഷ്വൽസ് ഉണ്ടായിരുന്നത് അല്ലേ, കല്യാണത്തിന് എടുക്കുന്നവരാണ് അല്ലേ. നമ്മളെവിടെയാണ് മൂവി എന്ന ക്യാമറ കണ്ടിട്ടുള്ളത് അല്ലേ? സത്യമാണ്. ഒരു 35 ഫിലിമുള്ള ഒരു റോൾ, അത് വളരെ പ്രഷ്യസ് അല്ലേ ഓരോ ഫ്രെയിമും അല്ലേ. അത് കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്ത് പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് നിന്നല്ലേ നമ്മൾ അവിടുന്ന് അതും കാണുന്നു. ഇവിടെ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും വീഡിയോ എടുക്കുന്നു, എല്ലാവർക്കും വേണമെങ്കിൽ സിനിമ എടുക്കാം അപ്പം അല്ലേ. അങ്ങനെ ഒരു സമയത്ത് നിന്ന് അപ്പോൾ അത് ആക്ടേഴ്സിന് വളരെ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. സ്വയം അഭിനയിച്ചൊക്കെ നോക്കാമല്ലോ അല്ലേ, നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ അഭിനയിക്കാൻ. മുമ്പ് അങ്ങനെയൊന്നും യാതൊരു സാധ്യതയില്ലല്ലോ. ഒരു കണ്ണാടി ഉണ്ട് എന്നല്ലാതെ വേറൊന്നും ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഭയങ്കര ഗോൾഡൻ പെർഫോമൻസ് കൊടുത്തിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു ജീവിതത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. മനുഷ്യർ നമുക്ക് മുമ്പ് ചെയ്തിരുന്ന ആളുകൾ എങ്ങനെയാണ് ഇത് ചെയ്തിരുന്നതെന്ന് തോന്നും. ഇപ്പം മോണിറ്ററിൻ്റെ സഹായം ഇല്ലാതെ, സ്മാർട്ട് ഫോൺസ് ഒന്നും ഇല്ലാതെ ചില ക്ലാസിക്കുകൾ 18-19 ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്ത ക്ലാസിക്കുകളുണ്ട്. നമ്മളിപ്പോഴും ഭയങ്കര അപാരമായിട്ട് ഷൂട്ട് ചെയ്യപ്പെട്ട സിനിമ എന്നൊക്കെ വിചാരിക്കുന്ന പല സിനിമകളും നമ്പർ ഓഫ് ഡേയ്സ് വളരെ കുറവാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതെങ്ങനെ അത് നടത്തിയെടുത്തു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഞെട്ടിപ്പോകും. വലിയ സിനിമകൾ. അങ്ങനെ ഒരു ഫിലിം മേക്കർ ആയിരുന്നു IV ശശി. അതെ, അദ്ദേഹത്തിനൊപ്പം ഒരു പടം ബൽറാം വേഴ്സസ് താര വർക്ക് ചെയ്തു. അപ്പോൾ അതാണ് പറയാനുള്ളത്.
ഈ അതായത് ഈ ഡിജിറ്റലിലേക്കുള്ള മാറ്റം എന്ന് പറയുമ്പോൾ ആക്ടേഴ്സിന്റെ കംഫർട്ട് അതിനെങ്ങനെയാണ് കാണുന്നത്? കാരണം വെച്ചാൽ നേരത്തെ ആദ്യത്തെ കാലത്തെ പടത്തിൽ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയി ഇപ്പം വളരെ റോന്തിലൊക്കെ വരുന്ന സമയത്ത് വളരെ പേസിംഗ് സൗണ്ട് ആണ്, പിന്നീട് ഒരു ഘട്ടത്തിൽ ഇത് ഡബ് ചെയ്യേണ്ടി വരുന്നോ, അത് സിനിമ തീർത്തു പോവാണല്ലോ ചെയ്യുന്നത്. തീരെ നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ ഈ ഛായാഗ്രഹണത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ രീതികളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നല്ലോ. മുമ്പ് ക്യാമറയെക്കുറിച്ച് കുറച്ചൊക്കെ ബോധേഡാവണമായിരുന്നു നമ്മൾ. അതിൻ്റെ ചലനങ്ങൾ, വെളിച്ചം വെളിച്ചം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒന്നും നോക്കണ്ട, നമുക്ക് കൂടുതൽ കംഫർട്ടബിളായി. ആക്ടേഴ്സിനെ കൂടുതൽ കംഫർട്ടബിൾ ഒന്നും ഇപ്പം സൗണ്ട ഒന്നും അറിയണ്ട. ജീവിതത്തിലുണ്ടല്ലോ, ജീവിതത്തിലും നമുക്കിപ്പോൾ ഫിംഗർ ടിപ്സിലായില്ലേ കാര്യങ്ങൾ എന്ന് പറയുന്ന മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ സിനിമയിൽ വന്നതിൽ അതിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ആക്ടേഴ്സിനാണ്. ഞാൻ ഒരു ആക്ടർ ആയതുകൊണ്ടായിരിക്കും എനിക്കറിഞ്ഞൂടാ, മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മറ്റ് അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ വളരെ ഈസിയായി ഈ പറഞ്ഞ പോലെ ഫിലിം റൺ ചെയ്യുന്നു. അത് ഒരു 2-3 ടേക്കിനപ്പുറത്തേക്ക് അത് പിന്നെ ആർഭാടമാണ്. അപ്പോൾ അതിനുള്ളിൽ അത് ശരിയാക്കണം, അല്ലെങ്കിൽ മറ്റൊരാൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ടേക്ക് നമ്മൾ കൊടുക്കണം. ആ സ്ഥലത്ത് നിന്നൊക്കെ അത് മാറി വളരെ ഈസി ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാം. നമ്മളൊരു നല്ല സിങ് സൗണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ നല്ലൊരു ടേക്ക് എടുക്കുമ്പോൾ ഒരു ബൈക്ക് പുറത്തുകൂടെ പാസ് ചെയ്ത് ഛേ എന്ന് പറയുന്നിടത്ത് നമ്മുടെ നിരാശ ഭയങ്കരമാണ്. പക്ഷേ അത് വീണ്ടും നമുക്ക് മറ്റ് പ്രശ്നങ്ങളില്ല, വീണ്ടും ഒരു ടേക്ക് പോവാം. ഈ നിർമ്മാണ ചെലവ് നമ്മൾ ആശങ്കപ്പെടും. റിഹേഴ്സലുകൾ, ഓരോ ടേക്കുകളും റിഹേഴ്സലുകളാണ്. അതാണ്, അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അങ്ങനെ മാറിയത് ക്യാമറ ഓൺ ചെയ്ത് റിഹേഴ്സൽ ചെയ്യാവുന്ന ധാരാളിത്തത്തിലേക്ക് അങ്ങനെ വന്നു. ഞാൻ ഈ തുടക്കത്തിൽ ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം സിനിമ എന്ന് പറയുന്നത് ഇതൊരു ഷോ ബിസിനസ് ആണ്, ഭയങ്കര ഗ്ലാം വേൾഡ് ആണ്. അവിടെ എന്ന് പറയുന്നത് ഒരാളുടെ ഇൻഡിവിജ്വൽ PR, എങ്ങനെ ഇപ്പം ഒരു ക്യാരക്ടർ ഒരു ബ്രേക്ക് ത്രൂ റോൾ കിട്ടിയാൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിങ്ങിന്റെ ഒരു സ്വയം പ്രചരണത്തിന്റെ വലിയൊരു ആവശ്യകതയുള്ള ഒരു ഏരിയ ആണല്ലോ. അവിടെ ഈ പറയുന്നത് മറ്റേ കാർത്തിക് സുബ്രാജിന്റെ ഒക്കെ സിനിമ ഡയലോഗ് പോലെ നാമ പേസക്കൂടാതെ പടം പേസും എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് സത്യത്തിൽ ആ ഒരു ഉൾവലിവ് ശരിക്ക് വ്യക്തിപരമായിട്ട് ഒരു തിരിച്ചടി ഉണ്ടാക്കിയിട്ടുള്ള സാധനമുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മളൊരു തരത്തിലൊരു നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഹിറ്റ് സിനിമകളുടെ ഭാഗമാവാൻ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു ശ്രമം വേണം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള എഫേർട്ട് ഇടണം എന്നുള്ളതോ ഒരു പ്ലാനിങ് വേണം. പഴയൊരു ആക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു നർമ്മമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളൊരു തോക്കെടുക്കുന്നു, ലോഡ് ചെയ്യുന്നു, വെടിവെക്കുന്നു. ഇതിപ്പോൾ നമ്മളൊരു തോക്കെടുക്കുന്നു, ലോഡ് ചെയ്യുന്നു, വെടിവെക്കുന്നു, വാ കൊണ്ട് ടോ എന്ന് സൗണ്ട് ഉണ്ടാകുന്നു. രണ്ടും വ്യത്യാസമുണ്ടല്ലോ. അത് ഇത്തിരി അത് ചെയ്യണം അല്ലേ, ചെയ്യേണ്ട കാലമാണ്. അത് ചെയ്യാം. അതെ. അപ്പൊ എന്തായാലും ജേക്കബ് ഇനി പുതിയ തരം പരീക്ഷണങ്ങൾക്കുള്ള വഴി തുറന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടാവട്ടെ. താങ്ക് യു മനീഷ്. താങ്ക് യു.